ഈ നിലയിൽ പ്രമുഖത്തെ കൗൺസിലിനെ നിർമ്മിക്കുവാൻ സർവത്വമായ ദൈവം ഒരുക്കിയ വലിയ മുഖാഗ്രഹത്തോർക്ക് ദൈവത്തെ സ്തുതിക്കുന്നു. നാം ശുശ്രൂഷ ആരംഭിക്കുവാൻ പോവുകയാണ്. ഇന്ന് നടക്കുന്ന ശുശ്രൂഷയുടെ അനുഗ്രഹത്തിനായി കുറയിൽ താമസിക്കുന്ന ഇംഗ്ലീഷിന്റെ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന സഹോദരൻ ജിബിൻ തോമസ് കർണു എന്ന് തുടർന്ന് നടക്കുന്ന ശുശ്രൂഷ അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കും. സ്വർഗസ്ഥനായ പിതാവേ, അനുഗ്രഹീതമായ നല്ല സമയത്തിനായിട്ട് സ്തോത്രം. ഈ സമയത്ത് കർത്താവേ, ലോകത്തെമ്പാടും യുദ്ധക്കെടുതിയും ക്ഷാമവും ഒക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് ഞങ്ങൾക്ക് ഈ പ്രദേശത്ത് ഇത്ര ദൈവിക സംരക്ഷണം അനുഭവിച്ചുകൊണ്ട് ആത്മീയ സമാധാനം അനുഭവിച്ചുകൊണ്ടായിരിക്കാൻ കർത്താവ് നൽകുന്ന നല്ല സാവകാശത്തിനായിട്ട് ഞങ്ങളെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവ് ഞങ്ങൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തതുപോലെ ഈ പരിഭവനത്തിൻ്റെ അങ്കണത്തിൽ ഈ മുറ്റത്തെ കൺവെൻഷനുകളും മീറ്റിംഗ് ക്രമീകരിക്കാനും കർത്താവ് സഹായിച്ചതിനായിട്ട് സ്തോത്രം. അതിനായിട്ട് ഈ പ്രിയ ഭവനത്തെ ഒരുക്കിയതിനായിട്ടും നമ്മളെ സ്തോത്രം ചെയ്യുന്നു. അതിനുള്ള ബന്ധത്തിലെ വില ക്രമീകരണമൊക്കെ ചെയ്യുവാൻ ദൈവസ്നേഹത്തിലെ തന്നെ അതെല്ലാം ചെയ്യുവാൻ ഈ ഭവനത്തിനായിട്ട് കൊടുത്ത ദൈവകൃപയ്ക്കായിട്ട് നിങ്ങൾ സ്തോത്രം. കർത്താവ് ഇന്ന് കൂടിയായിരിക്കുന്ന ജനത്തോർക്ക് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. പ്രത്യേകം ഈ ഭവനത്തിൻ്റെ സമീപവാസികളായിരിക്കുന്ന അയൽക്കാരായിരിക്കുന്ന ജനത്തോർക്ക് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ദൈവം ജീവനുള്ള ദൈവമാണ്, എല്ലാവരെയും തുല്യമായിട്ട് സ്നേഹിക്കുന്ന ദൈവമായിരിക്കണം എന്ന് സ്തുതിക്കുന്നു. ഈ അത്ഭുതമുള്ളവരെ പ്രത്യേകം പ്രാർത്ഥിക്കുന്ന ഒരാവശ്യങ്ങളിൽ അവർ ഏത് സ്ഥിതിയിലാണ്, മനസ്ഥിതിയിലാണ്, അവരെല്ലാ ആ സ്ഥിതിയിലുള്ള ആശ്വാസം അത് കുറുക്കുമാറാകണം, സഹായിക്കണം എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇന്ന് ദൈവത്തിനെ സംസാരിക്കാനായിട്ട് കർത്താവിൻ്റെ ദാസൻ വിജു സഹോദരൻ ഞങ്ങളതിലേക്ക് അയച്ചതിനായിട്ട് സ്തോത്രം. ദൈവജനം ദൈവശക്തിയിലും ദൈവസ്നേഹത്തിലും ദൈവകൃപയിലും പറയുവാൻ ആവശ്യമായിട്ടുള്ള എല്ലാ ദൈവകൃപയും സഹോദരനെ കൊടുക്കുമാറാകണം എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ദൈവജനം കേട്ട് വെറുതെ കടന്നു പോയവരായിട്ടല്ല, ദൈവജനം മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കുന്നവരായിട്ട് അനേകര് രക്ഷിക്കപ്പെടാത്തവർ, ദൈവത്തെ അറിയാത്തവർ ഇത് കടന്നു വന്നിട്ടുണ്ടെങ്കിൽ യഥാർത്ഥമായിട്ട് ദൈവത്തെ അറിയുവാൻ, ദൈവസ്നേഹം മനസ്സിലാക്കുവാനായിട്ട് ഇന്നത്തെ ദൈവജന കേൾവി മുഖാന്തരമാക്കി തീർക്കണമേ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ലൈറ്റ്, സൗണ്ട് എല്ലാം നിയന്ത്രിതമായിട്ട് അനുഭവിക്കുവാൻ കർത്താവ് സഹായിക്കണം. കാലാവസ്ഥയ്ക്ക് അനുകൂലമാക്കി നൽകണം. അതോടൊപ്പം കർത്താവിൻ്റെ സാന്നിധ്യബോധത്തിലായിരിക്കാൻ ഞങ്ങൾ സഹായിക്കണം. പ്രാർത്ഥന കേട്ടതിന് സ്തോത്രം. എല്ലാ മഹത്വവും കർത്താവായ യേശു കർത്താവിനെ അനുഭവിക്കുന്നു കേൾക്കുമാറാകണമേ. ആമേൻ. അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇപ്രകാരം ഈ ഭവനത്തിന്റെ മുറ്റത്ത് ഇങ്ങനെ ഒരു കൺവെൻഷൻ നടത്തുന്ന ക്രമസർവശക്തനായ ദൈവം സഹായിച്ചു ദൈവത്തെ സ്തുതിക്കുകയാണ്. നാം സംഗീതങ്ങൾ വായിക്കുമ്പോൾ യഹോവയെ എല്ലാവരും സ്തുതിക്കട്ടെ എന്ന് കാണുവാനായിട്ട് സാധിക്കും. അത് കാഹളനാദത്തോടും വീണയോടും കിന്നരത്തോടും തപ്പിനോടും കൂടെ പാട്ടുകളിൽ കൂടെ ദൈവത്തെ സ്തുതിക്കട്ടെ എന്നാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. 96 സംഗീതം വരുമ്പോൾ യഹോവയ്ക്ക് ഒരു പുതിയ പാട്ട് പാടുവിൻ എന്നിവരെ കാണുവാനായിട്ട് സാധിക്കും. നമ്മുടെ ജീവിതത്തിന്റെ വീണ്ടുമായി തുറവില് ദൈവം തന്നെ നമ്മളെ ഓർത്തുള്ള ദൈവത്തെ പാടേണ്ടത് ഏറ്റവും ആവശ്യമാണ്. അതിനാൽ ഇന്നത്തെ ഗാന ശുശ്രൂഷ നാം ഒരു സ്തോത്ര ഗാനത്തോടെ ആരംഭിക്കുവാനായിട്ട് പോവുകയാണ്. എല്ലാ ആരാധനയ്ക്കും യോഗ്യൻ നമ്മുടെ വലുതായ കർത്താവ് മാത്രമാണ്. ആ കർത്താവാണ് രക്ഷകനായിട്ട് ലോകത്തിലേക്ക് വന്നത്. ആ കർത്താവാണ് ജീവൻ തന്ന് നമ്മെ രക്ഷിച്ചത്. ആ കർത്താവാണ് നമ്മോട് കൂടെയുള്ളത്. അതുകൊണ്ട് ആ കർത്താവിനെ നമുക്ക് സ്തുതിക്കാം, അത് നന്മയെ ഓർക്കാം. കർത്താവിനെ സ്തുതിക്കുന്ന സ്തോത്രഗാനം ഇപ്പോൾ ആൻ ജിൻസൺ മുന്നോട്ട് വന്ന് പാടുന്നതായിരിക്കും. നമുക്ക് പ്രാർത്ഥനയോടെയിരിക്കാം. ആൻ ജിൻസനെ സ്തോത്രഗാനം പാടുവാനായിട്ട് ക്ഷണിച്ചോളൂ. Stop
നമ്മുടെ ജീവിതത്തിലേക്കും തിരിഞ്ഞു നോക്കുമ്പോൾ ദൈവം എത്രയോ വലിയ കാര്യമാണ് നമ്മുടെ ജീവിതത്തിൽ ചെയ്തിരിക്കുന്നത്. നാം പാപികള്, അധർമ്മികള്, ദൈവത്തിന് ദൂരേക്കായിരുന്നു നമ്മെ ഒന്നാകുകയും മുൻകാണുകയും സ്നേഹിക്കുകയും നമ്മെ വീണ്ടെടുക്കുകയും ചെയ്തു. ദൈവത്തിന്റെ മക്കളും അവകാശികളുമാക്കി തീർത്തു. നിത്യമായ രക്ഷ നൽകി നമ്മെ അനുഗ്രഹിച്ചു. ആ കർത്താവിന് നമുക്ക് നന്ദി പറയുവാനായിട്ട് സാധിക്കും. ഈ സായന സമയത്ത് ദൈവം നമുക്ക് ചെയ്ത ഉപകാരങ്ങൾക്ക് നന്ദിയുടെ പാട്ടുകളുമായിട്ട് വരികയാണ്. അന്ന ബിനു പ്രിയങ്ങളെ നമുക്ക് വേണ്ടി കർത്താവിനെ സ്തുതിക്കുകയും നന്ദി പറയുന്ന ഒരു പാട്ട് ഇപ്പോൾ പാടുന്നതായിരിക്കും.
പ്രയാസങ്ങളാല് നടന്നതാണ്. ലോകത്തെ പാപം പെരുകിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ വർത്തമാന പത്രങ്ങൾ നോക്കുമ്പോൾ നമുക്കത് വ്യക്തമായിട്ട് കാണുവാനായിട്ട് സാധിക്കും. എന്നാൽ ദൈവത്തിന്റെ മക്കളെ നമ്മെ ദൈവം കരുതുന്നു. കർത്താവ് നമുക്ക് താങ്ങും തങ്ങുമായിരിക്കുന്നു. തന്റെ കരങ്ങൾ താങ്ങി നമുക്ക് ജീവജലം നൽകി നമ്മെ സംരക്ഷിക്കുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് കാണുന്നുണ്ട്. തന്റെ ശാശ്വത ഭുജങ്ങൾ നമ്മുടെ കീഴിലുണ്ട്. അതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് ജീവിക്കാനായിട്ട് സാധിക്കും. ഈ പാട്ട് നോക്കുമ്പോൾ എന്നെ നടത്തും ആ പൊൻകരമോ എന്ന് ഉള്ള പാട്ട് ഇപ്പോൾ ആലപിക്കേണ്ടി വരുന്നു. എൽഷേബ എബി. Thank you.
വേണ്ടി ആലപിക്കുന്നത് അലൻ പോൾ ബേബിയാണ്. നാം നോക്കുമ്പോൾ ഒരു വിശ്വാസിയുടെയും വലിയ പ്രത്യാശയാണ് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മടങ്ങി വരുന്നത്. തന്നോടുകൂടെ വസിക്കുവാനായിട്ട്, തന്നോടുകൂടെ ചേർക്കപ്പെടുവാനായിട്ട് ആദ്യം തീരുന്ന ആ ദിവസത്തേക്ക് നോക്കി പാർത്തുകൊണ്ടിരിക്കുന്ന ഏവരുമാണ് വിശ്വാസികൾ. ദുഃഖവും കണ്ണുനീരും തോന്നുന്ന ദിവസം, പ്രാണനാഥനോട് കൂടെ വാഴുന്ന ദിവസം, ആ ദിവസത്തേക്കും നോക്കി പാർത്തുകൊണ്ട് പ്രത്യാശയോടെ ജീവിതം പന്നകം ദൈവം നമ്മെ സഹായിക്കട്ടെ. ഒരു പ്രത്യാശ ഗാനവുമായിട്ട് പാട്ട് വരുവാൻ വരുന്നു സഹോദരൻ അലൻ പോൾ ബേബി.
പ്രിയമാനെ അനുഗ്രഹിക്കട്ടെ. പല സമയവും പാട്ട് പാടുവാനൊക്കെ പ്രിയമാനെ ദൈവം എടുത്തുപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. കർത്താവ് ഇനിയും പ്രിയദാസനെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതുവരെ നാം സോളോ സോങ് ഓരോരുത്തരുമായിട്ടുള്ള പാട്ടാണ് നാം കേട്ടുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഒരു ഗ്രൂപ്പ് സോങ്ങിന് നാം പോവുകയാണ്. സിസ്റ്റർ ഗ്ലാഡീസ് ബിനോയൻ പാർട്ടി ഇപ്പോൾ നമുക്കായിട്ട് ഒരു സമൂഹ ഗാനം പാടുന്നതായിരിക്കും. നമുക്കറിയാം, എല്ലാ കാലത്തും ലോകത്തിന് ഏറ്റവും അത്യാവശ്യമുള്ള ഒന്നാണ് സുവിശേഷം എന്നുള്ളത്. ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ മുഴുകി കേൾക്കുന്ന ഒന്നാണ് സുവിശേഷം. അതില് കറുത്തവരെന്നോ വെളുത്തവരെന്നോ പാവപ്പെട്ടവരെന്നോ ദരിദ്രരെന്നോ ഇല്ല, എല്ലാവർക്കും എപ്പോഴും വേണ്ടതായ ഒന്നാണ് സുവിശേഷം. ആ സുവിശേഷമാണ് മാനസാന്തരത്തിന് കാരണമായി തീരുന്നത്. ആ സുവിശേഷമാണ് മനസ്സുകൾക്ക് മാറ്റം വരുത്തുന്നത്. ആ സുവിശേഷമാണ് രക്ഷയ്ക്ക് കാരണമായി തീരുന്നത്. അതുകൊണ്ട് എല്ലാ കാലത്തും സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നു. അത് കർത്താവിന്റെ കൽപ്പനയാണ്. പ്രിയ കുഞ്ഞ് ചോദിക്കുകയാണ്, ശുദ്ധിക്കായി നീ കുളിച്ചുവോ? അതിന് ഉത്തരം നിങ്ങളിവിടുന്ന് കണ്ട് പോകുവാനായിട്ട് ദൈവം ഞാൻ സഹായിക്കട്ടെ. പാടുവാനായിട്ട് പ്രിയ കുഞ്ഞുങ്ങളെ ക്ഷണിച്ചു കൊടുക്കുന്നു. നമ്മുടെ മുമ്പിൽ വരുന്നത് നമ്മുടെ ഒരു ചെറിയ കുഞ്ഞാണ്. വളരെ പ്രത്യാശയുള്ള ഒരു പാട്ടുമായിട്ടാണ് ഇയാൻ ഗ്രേസ് എഡ്വിൻ പാട്ട് പാടുവാനായിട്ട് വരുന്നത്. ഓരോ ദൈവപൈതലെയും വലിയ പ്രത്യാശയാണ്. സ്വർഗ്ഗ നാട്ടിൽ എത്തിച്ചേരുക, കർത്താവ് ഒരുക്കിയ ഭവനത്തിൽ ആ ഭവനത്തിന്റെ പ്രത്യേകതകളെല്ലാം നാം വെളിപ്പാട് പുസ്തകത്തിൽ വായിക്കുന്നുണ്ട്. മുത്തു മണിമായി വിളങ്ങുന്ന ഒരു പട്ടണം, ആ പട്ടണം നാം പ്രത്യാശയോടെ കണ്ട് നാം ആഗ്രഹിക്കുന്ന ഒന്നാണ്. ശോഭയിലൊരു നാടുണ്ട് എന്നുള്ള പാട്ടുമായിട്ട് പ്രിയ കുഞ്ഞ്
ഇപ്പോൾ പാടുന്നതായിരിക്കും. കുഞ്ഞെ ദൈവം സഹായിക്കും, അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. മകളെ ദൈവം അനുഗ്രഹിക്കട്ടെ. വളരെ ധൈര്യത്തോടുകൂടെ പാടുവാൻ തക്കവണ്ണം ദൈവം കൃപ കൊടുത്തു. വരുന്ന ദിവസങ്ങളിൽ ദൈവത്തിന്റെ നാമത്തിന് മഹത്വത്തിന് വേണ്ടി കുഞ്ഞ് വരുവാൻ തക്കവണ്ണം സർവശക്തനായ ദൈവം സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. ദൈവം വസിക്കുന്ന ഭവനം അത് വളരെ മനോഹരമാണ്. ആ ഭവനത്തിന് സന്തോഷവും സമാധാനവും ഉണ്ടാകും. അവിടെ ദൈവിക തേജസ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ദൈവം വസിക്കുന്ന ഭവനത്തെ കുറിച്ചുള്ള പാട്ടുമായിട്ട് ഡിക്റ്റി ഡെനി ഇപ്പോൾ കടന്നു വരുന്നതായിരിക്കും. ആ ഭവനം അത് ഈ ഭൂലോകത്തിലായാലും സ്വർഗ്ഗലോകത്തിലായാലും ഏറ്റവും അനുഗ്രഹത്തിന്റെ ഭവനമായിരിക്കും. കർത്താവ് പ്രിയ മകളെ പാടുവാൻ തക്കവണ്ണം അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. പ്രിയ പൈതലിനെ ക്ഷണിക്കും.
അനുഗ്രഹിക്കട്ടെ. മനോഹരമായ പാട്ടുകൾ തക്കോളം ദൈവം സഹായിച്ചു. നാം ആദ്യം ചിന്തിച്ചതുപോലെ പാട്ടുകൾ കേൾക്കുന്നത് സന്തോഷമാണ്, മനസ്സിന് ആശ്വാസവും കുളിർമയും നൽകുന്നതാണ്. ശീതളയാണെങ്കിൽ തന്നെയും ഒരു പ്രോഗ്രാം നമുക്ക് ആരംഭിച്ച സമയത്ത് നിർത്തേണ്ട ആവശ്യമുണ്ടല്ലോ. അതുകൊണ്ട് ഇനി ഒരു പാട്ടോടുകൂടെ നാം ഈ ഗാന ശുശ്രൂഷ അവസാനിപ്പിക്കുകയാണ്. നാം എല്ലാവരും ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് കൈകളെ അടിച്ച് ഒരു സുവിശേഷ ആഹ്വാന പാട്ട് നമുക്ക് പാടാം. പ്രിയ സഹോദരന്മാർ മുന്നോട്ട് വരും. നമുക്കൊരുമിച്ച് ദൈവത്തിൽ സന്തോഷിച്ച് കൈകളടിച്ച് പാടുവാനൊക്കെ ദൈവം നമ്മെ സഹായിക്കട്ടെ. പ്രിയ സഹോദരന്മാരെ അതിനുവേണ്ടി ക്ഷമിക്കുന്നു. വിതച്ചിടുക നാം സ്വർഗത്തിന്റെ വീഴ്ത്താം സുവിശേഷം Bala
ോമയനും നമ്മുടെ രക്ഷിതാവും കർത്താവുമായ യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ കടന്നു വന്ന സഹോദരന്മാർക്ക് വൈഎംഎഫിന്റെയും ഈ ഭവനത്തിന്റെയും പേരിലുള്ള സ്നേഹവും സ്വാഗതവും അറിയിക്കുന്നു. ഇന്ന് രാവിലെ മുതൽ പല സഭകളിൽ നാം കർത്താവിനെ ആരാധിക്കുകയും ഈ ചൂടിൻ്റെതായ പ്രയാസവും വഴിയിലെ തടസ്സങ്ങളും അതുപോലെ തന്നെ മറ്റ് പ്രോഗ്രാമുകളും ഒക്കെ ഉണ്ടായിട്ടും ഇത്രയും സഹോദരന്മാർക്ക് ഈ ഭവനത്തിൻ്റെ മുറ്റത്തിലേക്ക് ഈ സുവിശേഷ യോഗത്തിലേക്ക് കടന്നു വരുവാൻ തക്കവണ്ണം ഇടയായതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കടന്നു വന്ന ഏവർക്കും ഇതിൻ്റെ പേരിൽ ഒരിക്കൽ കൂടി സ്വാഗതം അറിയിക്കുന്നു. പ്രത്യേകിച്ച് ഇന്ന് നമ്മുടെ മധ്യത്തിൽ ദൈവവചനം ശുശ്രൂഷിക്കുവാനായിട്ട് കടന്നു വന്നിരിക്കുന്ന ആളെ ഒരു പരിചയപ്പെടുത്തലിൻ്റെ ആവശ്യമില്ല. കാരണം കഴിഞ്ഞ നാളുകളിലൊക്കെ ദൈവവചനം കേരളത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിലും ഇന്ത്യക്ക് വെളിയിലും ഒക്കെ ആയിട്ട് സുവിശേഷ ശുശ്രൂഷകൾ ചെയ്യുവാൻ തക്കവണ്ണം കർത്താവിൻ്റെ ദാസനെ വളരെയധികം ബലപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ഇന്നും നമ്മുടെ മധ്യത്തിൽ കടന്നു വരുവാൻ തക്കവണ്ണം പ്രിയദാസന് ഇടയായതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയ ബിജു ചുമന്ന സഹോദരനെ കർത്താവിൻ്റെ ദാസനെ ഈ സ്റ്റേജിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. ദൈവത്തെ ഇന്ന് പ്രിയദാസനിലൂടെ നാം ദൈവവചനം കേൾക്കുവാൻ പോവുകയാണ്. സഹോദരന് അതിൻ്റെതായ സമയങ്ങൾ നാം പറഞ്ഞിട്ടുണ്ട്. അതിനു മുമ്പായിട്ട് ഈ മീറ്റിങ്ങിന്റെ അനുഗ്രഹത്തിനും വചന ശുശ്രൂഷയുടെ അനുഗ്രഹത്തിനുമായിട്ട് TF ജെയിംസ് സഹോദരൻ കടന്നു വന്ന് നമ്മെ ഇപ്പോൾ പ്രാർത്ഥനയിൽ നയിക്കും. നമുക്ക് ഏവർക്കും പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവാൻ ദൈവമേ, ഞങ്ങളങ്ങ് സ്തുതിക്കുന്നു, അങ്ങ് മഹത്വപ്പെടുത്തുന്നു. ഞങ്ങൾക്ക് രാവിലെ വിവിധ സ്ഥലങ്ങളിൽ കർത്താവിനെ ആരാധിച്ച ശേഷം കർത്താവിൻ്റെ ദാസൻ ഡോക്ടർ ബിനോയുടെ മുറ്റത്ത് നടക്കുന്ന ഈ യോഗത്തിൽ ഞങ്ങൾക്ക് സന്തോഷത്തോടുകൂടി പങ്കെടുക്കുവാൻ അവിടുന്ന് സഹായിച്ചുകൊണ്ട് സ്തോത്രം ചെയ്തു. ദൈവമേ, ഇങ്ങനെയൊരു സംരംഭം കർത്താവിൻ്റെ ദാസനെ ഇവിടെ നടത്തുവാൻ അവിടുന്ന് സഹായിച്ചവർക്ക് ദൈവത്തെ സ്തുതിക്കുന്നു. വൈഎംഎഫിൻ്റെ പ്രത്യേക തരത്തിലുള്ള ഈ യോഗം വിവിധ സ്ഥലങ്ങളിൽ നടക്കുന്നു. അതൊക്കെയും വളരെ അനുഗ്രഹമായി നടക്കുന്നവർക്കും ഞങ്ങൾ അങ്ങനെ സ്തുതിക്കുന്നു. കർത്താവ് ഇവിടെ നടക്കുന്ന എല്ലാ ശുശ്രൂഷകളും ഏറ്റവും മനോഹരമായി തീരുവാൻ കർത്താവ് സഹായിച്ച സ്തോത്രം. കുഞ്ഞുങ്ങളുടെ ഗാന ശുശ്രൂഷയൊക്കെ വളരെ അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ ഇവിടെ നടത്തുവാൻ അവിടെ സഹായിച്ചല്ലോ, അതിനെ ഞങ്ങൾ അങ്ങനെ സ്തുതിക്കുന്നു. തുടർന്നുള്ള എല്ലാ ശുശ്രൂഷകളെയും അവിടെ മാനിക്കണമേ. യോഗത്തിൻ്റെ ആദ്യോടന്തം തിരുസാന്നിധ്യം കൂടിയിരിക്കണമേ. ഞങ്ങൾ കർത്താവെ അവിടുത്തെ സന്നിധി ഇരുന്നുകൊണ്ട് കർത്താവിൻ്റെ വചനം ശ്രദ്ധിപ്പാനും അത് കേൾക്കുവാനും അത് ഉൾക്കൊള്ളുവാനും ആ ജീവിതത്തെ പ്രായോഗികമാക്കുവാനൊക്കെ സഹായിക്കാൻ ചെയ്യണമെന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. സകല നന്മകളാലും വഴി നടത്തപ്പെടുന്നതിൻ്റെ പാദപ്പെടുത്തി എല്ലാ സ്തുതി സ്തോത്രങ്ങളും അർപ്പിക്കുന്നു. എല്ലാം ഞങ്ങളുടെ രക്ഷിതാ കർത്താവായ യേശു ക്രിസ്തു മൂലം ഉള്ള താഴ്മയെ അപേക്ഷിക്കുന്നു. ദൈവം നീ കേൾക്കുമാറാകണമേ. ഇപ്പോൾ സഹോദരനെ ശുശ്രൂഷയ്ക്കായി ക്ഷണിക്കുന്നു. സഹോദരൻ ബിജു ചുമന്ന. ദൈവത്തിന് മഹത്വം. തൃശ്ശൂർ വൈഎംഎഫ് യൂണിറ്റിൻ്റെ പ്രവർത്തകർ എത്തിയാൽ മുണ്ടൂർ എബനേസർ ക്രിസ്ത്യൻ ബ്രദറൻ സഭയുടെ ആഭിമുഖ്യത്തിൽ നികുന്നപുറ ഈ ഹൈലാൻഡ് സ്ട്രീറ്റിലുള്ള നമ്മുടെ പ്രിയ ഡോക്ടർ ബിനോയ് സാറിൻ്റെ ഭവനാങ്കണത്തിൽ പ്രത്യേക മുറ്റത്ത് ക്രമീകരിച്ച മുറ്റത്തെ സുവിശേഷ യോഗം എന്നറിയപ്പെടുന്ന ഈ ദൈവത്തിൻ്റെ മഹത്വമേറിയ ശുശ്രൂഷയിൽ ദൈവവചനം ശുശ്രൂഷിപ്പാൻ എന്നെ നിയോഗിച്ച ദൈവത്തിന് എല്ലാ മഹത്വവും പ്രാരംഭമായിട്ട് അർപ്പിക്കുന്നു. ഈ ശബ്ദവാഹിനിയിലൂടെ ഈ ഹൈലാൻഡ് സ്ട്രീറ്റിലും വീടുകളിലിരുന്നും പ്രത്യേക ഈ ഒരുക്കിയിരിക്കുന്ന ഇരിപ്പിടങ്ങളിലുമൊന്നും എന്നെ ശ്രവിക്കുന്ന എല്ലാ സഹോദരീ സഹോദരന്മാർക്കും എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള എൻ്റെ സ്നേഹ വന്ദനങ്ങളെ അറിയിക്കുന്നു. അനുഭവീതമായ ഗാനങ്ങളോട് കൂടിയാണ് നാം നമ്മുടെ യോഗം ആരംഭിച്ചത്. വളരെ ഹൃദയത്തിന് സന്തോഷവും ദൈവത്തിന് മഹത്വം നൽകത്തക്ക രീതിയിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ, സഹോദരന്മാർ അല്ലെങ്കിൽ സഹോദരിമാർ
വളരെ അനുഗ്രഹീതമായിട്ട് പാടി ദൈവത്തിന് മഹത്വം കരേറ്റി അവരെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഒരു വാക്ക് നന്ദി പറഞ്ഞില്ലെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ജീവിതത്തിൽ അത് ഒരു നന്ദികേടായി മാറാൻ സാധ്യതയുണ്ട്. കഴിഞ്ഞ വർഷം ഇതേ ദിവസങ്ങളിൽ നിങ്ങളിലെല്ലാവരും അറിയുന്നത് പോലെ വളരെ പ്രയാസകരമായ ഒരു വഴിയിലൂടെ ദൈവം കടത്തിവിട്ട് ആ പ്രയാസവേളയിൽ അതിനോടുള്ള ബന്ധത്തിലുള്ള ട്രീറ്റ്മെൻറ്റിലും അറസ്റ്റിലുമായിരുന്നു ഞാൻ എൻ്റെ വീട്ടിൽ. ആ നാളുകളിൽ ആ സമയത്ത് ലോകമെമ്പാടുമുള്ള ദൈവജനം, പ്രത്യേക എൻ്റെ മുമ്പിലാഗതരായിരിക്കുന്ന പ്രിയപ്പെട്ടവർ, നിസ്വാർത്ഥമായി നെഞ്ചോട് ചേർത്ത് നിർത്തി ആത്മാർത്ഥതയോടെ ദൈവത്തോട് പ്രാർത്ഥിച്ചു എന്നുള്ളത് ഹൃദയം നിറഞ്ഞ നന്ദിയോടെ ഞാൻ ഓർക്കുകയാണ്. ദൈവം പ്രാർത്ഥന കേട്ടില്ലായിരുന്നെങ്കിൽ ഇന്നിവിടെ നിൽക്കുവാനായിട്ട് എനിക്ക് കഴിയില്ല. ദൈവജനത്തിൻ്റെ പ്രാർത്ഥനയുടെ കരുതൽ ഫലം എന്ന് മാത്രമാണ് ഞാനിവിടെ നിൽക്കുന്നത്. ദൈവം എന്നെ ആ പ്രതിസന്ധിയിൽ നിന്ന് വിടുവിച്ചു വീണ്ടും കർത്താവിൻ്റെ വചനം ശുശ്രൂഷിക്കുവാൻ കൃപ നൽകി. ആ പ്രാർത്ഥനയ്ക്കുള്ള നന്ദി, ഹൃദയം നിറഞ്ഞ നന്ദി സഭയായിട്ട്, കുടുംബമായിട്ട്, വ്യക്തിപരമായിട്ട് ഞാൻ ദൈവജനത്തെ അറിയിക്കുന്നു. നിങ്ങൾ പ്രാർത്ഥിച്ചതിന് നന്ദി. ദൈവം നമ്മെ സഹായിക്കട്ടെ. ചില നാളുകളുടെ പ്രാർത്ഥനയുടെയും ആഗ്രഹത്തിൻ്റെയും ഫലമെന്നാണ് ഇന്ന് നാം ഇവിടെ ആയിരിക്കുന്നത്. ദൈവത്തിൻ്റെ വചനം ഈ ദേശത്ത് അറിയിക്കുക എന്നുള്ളത് പ്രിയ കുടുംബത്തിൻ്റെ, പ്രിയ സഹോദരന്മാരുടെ, സഭയുടെ എല്ലാവരുടെയും ഹൃദയത്തിലെ ആഗ്രഹമാണ്. ആ ആഗ്രഹത്തിൻ്റെ പൂർത്തീകരണമാണ് ഇന്നിവിടെ നിറവേറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകാൽ ദൈവത്തിൻ്റെ കൃപ വ്യാപരിച്ചില്ലെങ്കിൽ നമ്മുടെ പ്രസംഗവും പാട്ടും നമ്മുടെ പ്രവർത്തനങ്ങളും എല്ലാം നിഷ്ഫലമാണ്. അതുകൊണ്ട് ഇന്നത്തെ ദൈവവചന ശുശ്രൂഷയുടെ മധ്യത്തിൽ നിങ്ങളുടെ വിലപ്പെട്ട പ്രാർത്ഥനയെ ക്ഷണിച്ചുകൊണ്ട് നേരത്തെ ഓർപ്പിച്ചതുപോലെ ഞാൻ നിങ്ങൾക്ക് സുപരിചിതനും നിങ്ങൾ എനിക്ക് പരിചയ സമ്പന്നരുമായതുകൊണ്ട് അതിൻ്റെ ഇടയിൽ വിടവ് തീർക്കുവാൻ ഒരു പരിചയപ്പെടുത്തലിൻ്റെ ആവശ്യം ഉണ്ടെന്ന് എനിക്കും തോന്നുന്നില്ല. ആയതിനാൽ എനിക്ക് അനുവദിച്ചിരിക്കുന്ന സമയപരിധിയിൽ നിന്നുകൊണ്ട് എന്നിൽ നിക്ഷിപ്തമായ ശുശ്രൂഷ നിവർത്തിപ്പാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുന്നു. ഇന്നിവിടെ ദൈവവചനം ശുശ്രൂഷിക്കേണ്ടതിൻ്റെ ആവശ്യകതയിലേക്ക് യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 19-ാമത്തെ വാക്യം നമുക്ക് വായിച്ചു കേൾക്കാം. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 19-ാമത്തെ വാക്യം. അവിടെ ഇങ്ങനെ വായിക്കുന്നു: ന്യായവിധി എന്നതോ വെളിച്ചം ലോകത്തിൽ വന്നിട്ടും മനുഷ്യരുടെ പ്രവൃത്തി ദോഷമുള്ളത് ആകയാൽ അവർ വെളിച്ചത്തേക്കാൾ ഇരുളിനെ സ്നേഹിച്ചത് തന്നെ. ലോകചരിത്രത്തിൽ നാം പരിശോധിച്ചാൽ മത്തായിയും മർക്കോസും ലൂക്കോസും എഴുതിയിരിക്കുന്ന സുവിശേഷങ്ങൾ വാഴ്ത്തപ്പെട്ടവനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ജനനത്തിൽ ആരംഭിച്ച് ജീവിത പശ്ചാത്തലത്തിലൂടെ യാത്ര ചെയ്ത് മരണപുനരുത്ഥാനത്തിൽ അവസാനിപ്പിക്കുമ്പോൾ യോഹന്നാൻ സുവിശേഷം എഴുതിയിരിക്കുന്നത് ദൈവശാസ്ത്രപരമായും ദാർശനികപരമായും നാം ചിന്തിച്ചാൽ നോക്കിയാൽ വാഴ്ത്തപ്പെട്ടവനായ കർത്താവായ യേശുക്രിസ്തുവിന്റെ മറിയയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പ് ഉണ്ടായിരുന്നവനാണെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് താൻ സുവിശേഷം ആരംഭിക്കുന്നത്. കർത്താവായ യേശുക്രിസ്തുവിന്റെ നിത്യ അസ്തിത്വത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ആരംഭിക്കുന്ന സുവിശേഷം. കർത്താവായ യേശുക്രിസ്തുവിന്റെ നിത്യ അസ്തിത്വത്തെ ലോകത്തിൽ അവതരിപ്പിച്ച് അഖില മാനവരാശിക്കും വേണ്ട യഥാർത്ഥ ജീവന്റെ ആഹാരവും ജീവജലവും യഥാർത്ഥ മുന്തിരി, യഥാർത്ഥ വാതിലും വഴിയും സത്യവും, യഥാർത്ഥ പിതാവും ഇടയനും, യഥാർത്ഥ ജീവനും യഥാർത്ഥ പുനരുദ്ധാനവും ആരാണ് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് 21 അധ്യായങ്ങളിലൂടെ യോഹന്നാൻ യാത്ര ചെയ്യുകയാണ്. അങ്ങനെ യാത്ര ചെയ്യുന്ന ചില യാഥാർത്ഥ്യങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പോകുന്ന യോഹന്നാന്റെ സുവിശേഷത്തിലെ 3-ാം അധ്യായത്തിലെ 19-ാമത്തെ വാക്യമാണ്
ഞങ്ങളെ ശ്രമിക്കുന്ന ഈ ദേശത്ത് ദൈവവചനത്തിൽ നിന്ന് ഞാൻ വായിച്ചു കേൾപ്പിച്ച ദൈവവചനമാകുന്ന ഈ 19ാമത്തെ വാക്യം ക്രമീകരിച്ചിരിക്കുന്നത് 3-ാം അധ്യായത്തിലാണ്. യഹൂദ മതത്തിന്റെ തലക്കനം എന്ന നേതാവെന്നും പണ്ഡിതനും എന്നും പറയപ്പെടുന്ന നിക്കോദോമസിനോട് അചഞ്ചലമായ ചിന്താധാരയിലേക്ക് തന്നെ തള്ളിവിട്ടുകൊണ്ട് വീണ്ടും ജനനം എന്ന ഒരു യാഥാർത്ഥ്യത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ പണ്ഡിതന്റെ മുമ്പിൽ കഥാവായ യേശുക്രിസ്തു അവതരിപ്പിക്കുന്നത് ഇസ്രായേൽ എന്ന ജനം മരുഭൂമിയിലൂടെ നടന്നുവരവെ അഗ്നി സർപ്പങ്ങൾ കടിച്ച് മരിച്ചുകൊണ്ടിരിക്കുന്ന അനുസരണക്കേടിനാൽ മരിച്ചുകൊണ്ടിരിക്കുന്ന ജനത്തിന് ജീവൻ ലഭിക്കാൻ നിങ്ങൾ മരിക്കാതിരിക്കേണ്ടതിന് മോശയെ കൊണ്ട് പറഞ്ഞ മരുഭൂമിയിൽ ഉയർത്തിയ പിച്ചള സർപ്പത്തെ നോക്കി രക്ഷപ്പെടുവാൻ പറഞ്ഞതിനോട് തത്തുല്യമായി ഉദാത്തമായ ഉദാഹരണം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് യേശു ക്രിസ്തുവിനെ ഉയർത്തേണ്ടതാകുന്നു എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടും ഇവിടുത്തെ ശാസ്ത്രപടുക്കൾക്കും മതപണ്ഡിതന്മാർക്കും താത്വിക ചിന്താഗതിക്കാർക്കും ലോകത്തിലെ അങ്ങനെയുള്ള നേതാക്കന്മാർക്കും പണ്ഡിതി വരേണ്യന്മാർക്കും ഒന്നും മനസ്സിലാക്കാത്ത വീണ്ടും ജനനമെന്ന യാഥാർത്ഥ്യത്തെ അവതരിപ്പിച്ചുകൊണ്ടാണ് കഥാവായ യേശു ക്രിസ്തു മുന്നോട്ട് പോകുന്നത്. അതിൽ യഥാർത്ഥ വെളിച്ചം എന്താണെന്നും വരാൻ പോകുന്ന ഭയാനകമായ ഒരു ന്യായവിധി എന്താണെന്നും ഇനി ആ ന്യായവിധിയിൽ അകപ്പെട്ടാൽ എന്താണ് സംഭവിക്കുന്നതെന്നും അകപ്പെടാതിരിക്കുവാനുള്ള നിത്യജീവൻ ലോകത്തിലെ അഖില മാനവരാശിയും കരസ്ഥമാക്കണമെന്നുള്ള യാഥാർത്ഥ്യത്തെയും ചൂണ്ടിക്കാണിച്ചാണ് 3-ാം അധ്യായം അവസാനിക്കുന്നത്. പക്ഷേ ഇങ്ങനെ ഓരോ അധ്യായം വിശദീകരിച്ചു പോയാൽ എന്റെ പ്രസംഗത്തിന്റെ സമയപരിധിയിൽ നിർത്തുവാൻ കഴിയാത്തതുകൊണ്ട് ഞാൻ ഈ വായിച്ചു കേൾപ്പിച്ച വേദഭാഗം മാത്രം നിങ്ങളുടെ മുമ്പിൽ വിശദീകരിക്കുവാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. വാഴ്ത്തപ്പെട്ടവനായ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നേരിട്ടുള്ള വാക്കുകളാണ് ഇവിടെ നാം വായിച്ചു കേട്ടത്. കർത്താവായ യേശു ക്രിസ്തു തന്റെ മുമ്പിൽ ആഗതരായിരിക്കുന്ന തന്റെ ശിഷ്യന്മാരോടും ഇവിടെ ആഗതനായിരിക്കുന്ന നിക്കോദോമസിനോടും വളരെ ശക്തമായിട്ട് സംസാരിച്ച വേദഭാഗം 21 നൂറ്റാണ്ടുകളായിട്ട് ലോകത്തിലുള്ള താത്വിക ചിന്താഗതിക്കാരെയും തത്വചിന്തകന്മാരെയും ശാസ്ത്രീയ പടുക്കളെയും രാഷ്ട്രീയ മീമാംസകളെയും ലോകത്തിലുള്ള ഏത് മനുഷ്യരെയും ഒരുപോലെ ചിന്തിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ആ യാഥാർത്ഥ്യത്തിലൂടെ നാമും കടന്നുപോയി കഴിഞ്ഞാൽ ഇവിടെ കർത്താവായ യേശു ക്രിസ്തു പ്രതിപാദിച്ചിരിക്കുന്നത് ഒരു ന്യായവിധി വരുന്നുണ്ട് എന്നുള്ളതാണ്. ആ ന്യായവിധി വരുന്നതിന്റെ പ്രാധാന്യത എന്താണെന്ന് ഈ വാക്യത്തിൽ തന്നെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഞാനത് വിശദീകരിക്കാം. അതുകൊണ്ട് ഈ ഹൈലാൻഡ് സ്ട്രീറ്റിൽ വീടുകളിൽ ഇരുന്ന് മറ്റുമായിട്ട് ഞങ്ങളെ ശ്രദ്ധിക്കുന്ന പ്രിയ സ്നേഹിതരെ, ഈ പന്തലിന്റെ അകത്തിരുന്ന് ഞങ്ങളെ ശ്രദ്ധിക്കുന്ന പ്രിയ സഹോദരി സഹോദരന്മാരെ, വരാൻ പോകുന്ന ഭയാനകമായ ഒരു ന്യായവിധിക്ക് മുന്നോടിയാണ് ലോക ചരിത്രത്തിൽ സുവിശേഷം പ്രസംഗിക്കപ്പെട്ടിട്ടുള്ളൂ. ഇതിന്റെ പിന്നാലെ വരുന്ന ഭയാനകമായ ന്യായവിധിയെ പിടിച്ചു നിർത്തുവാനോ അതിന്റെ മുമ്പിൽ പിടിച്ചു നിൽക്കുവാനോ മാനവരാശിക്ക് കഴിയുകയില്ല എന്നാണ് ബൈബിൾ എന്ന ഒരേ ഒരു പുസ്തകം ഉച്ചേസരം ഉദ്ഘോഷിക്കുന്നത്. അതുകൊണ്ട് ആ ന്യായവിധിക്ക് മുമ്പ് ഈ ഹൈലാൻഡ് സ്ട്രീറ്റിലും ഞങ്ങളുടെ ശബ്ദത്തെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും ദൈവം എന്തരുളി ചെയ്യുന്നോ അതനുസരിക്കണമെന്നുള്ള യാഥാർത്ഥ്യത്തെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. അതുകൊണ്ട് ഈ വേദഭാഗത്ത് പറയുന്നത് വരാൻ പോകുന്ന ഒരു ഭയാനകമായ ന്യായവിധി, ഒരു ന്യായവിധി വരുന്നുണ്ട്. അത് എല്ലാവർക്കും ഉള്ളതാണ്. ഇവിടുത്തെ ഹിന്ദുക്കൾക്കും ഉള്ളതാണ്, ഇവിടുത്തെ ക്രിസ്ത്യാനികൾക്കും ഉള്ളതാണ്, ഇവിടുത്തെ ഇസ്ലാമിനും ഉള്ളതാണ്. എടുത്തു പറഞ്ഞാൽ ജാതി മത വർണ്ണ വർഗ വ്യത്യാസമെന്ന് ലോകത്തിലെ മനുഷ്യനായി പിറന്ന എല്ലാവരും അഭിമുഖീകരിക്കാൻ പോകുന്ന ഭയാനകമായ ഒരു ന്യായവിധി. ആ ന്യായവിധിയെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് കർത്താവ് പറഞ്ഞു പോകുന്നത്. അപ്പൊ ആ ന്യായവിധി എന്തുകൊണ്ട് ന്യായവിധി വരാൻ പോകുന്നു എന്നുള്ളത് ബൈബിൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതിനുള്ള കാരണത്തെയും ഈ വാക്യത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഒരു ന്യായവിധി ഉണ്ട്, ന്യായവിധി വരാനുള്ള കാരണം എന്താണ്, ആ കാരണത്തെയും ബൈബിൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ആ കാരണം എന്താണ് ബൈബിളിനോട് ചോദിച്ചാൽ ആ 19-ാം വാക്യത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അവിടെ ഇങ്ങനെയാണ് വായിക്കുന്നത്: ആകയാൽ അവർ വെളിച്ചത്തെക്കാൾ ഇരുളിനെ സ്നേഹിച്ചത് തന്നെ. ഒരു ന്യായവിധി ഈ ലോകത്തിലേക്ക് വരുവാനായിട്ടുള്ളതിന്റെ പ്രധാന കാരണം എന്നുള്ളത് മനുഷ്യൻ ഇരുളിനെ സ്നേഹിച്ചു എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, ആരാണ് ഇരുളിനെ സ്നേഹിച്ചത്? ഇവിടെ ഇരിക്കുന്ന ആർക്കും തന്നെ ഇരുള് ഇഷ്ടമല്ല. ഇരുൾ എന്ന് കേട്ടുകഴിഞ്ഞാൽ നാം എല്ലാം ഭയപ്പെടും. ഭയാനകമായ ഇരുട്ടിലൂടെ യാത്ര ചെയ്യുവാൻ മനുഷ്യൻ ആഗ്രഹിക്കുന്നില്ല. മനുഷ്യൻ ആഗ്രഹിക്കാത്തത് കൊണ്ടാണ്, ഇരുട്ടിൽ ഇരിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് നിങ്ങളെല്ലാവരും വെളിച്ചത്തിലേക്ക് വന്നു നിൽക്കുന്നത്. ഇരുട്ട്, പ്രിയപ്പെട്ടവരെ, ഇരുട്ടിനെ വകഞ്ഞു മാറ്റുന്നതാണ് വെളിച്ചം. ലോകത്തിൽ ഇരുട്ടിനെ വകഞ്ഞു മാറ്റിക്കൊണ്ടിരിക്കുന്നതാണ് വെളിച്ചം. യഥാർത്ഥ ഇരുട്ടിനെ വകഞ്ഞു മാറ്റുന്നതാണ് സുവിശേഷം എന്ന വെളിച്ചം. ഇവിടെ കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞതിന് ഒരു പടി കൂടെ മുമ്പ് ഞാൻ കേട്ടി പറയട്ടെ. കർത്താവായ യേശു ക്രിസ്തു ഇവിടെ ഇരുട്ട്
സഹോദരന് ഉപയോഗിച്ചിരിക്കുന്ന പദം ബൈബിൾ ആ പദചൂടം ഹൈലാൻഡ് സ്ട്രീറ്റിലെ പ്രിയപ്പെട്ടവർ പരിശോധിച്ചാൽ, നിങ്ങൾ ആരായിരുന്നാലും പരിശോധിച്ചാൽ ബൈബിൾ പറയുന്നത് പാപത്തെ കുറിച്ചാണ്. പാപത്തെ കുറിച്ചാണ് ഇരുളിനെ ആലങ്കാരികമായി ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. അതുകൊണ്ട് മനുഷ്യൻ പാപത്തെ സ്നേഹിച്ചത് കൊണ്ടാണ് ന്യായവിധി വരാൻ പോകുന്നത് എന്നാണ് കർത്താവായ യേശു ക്രിസ്തു ചൂണ്ടിക്കാണിച്ചത്. ഇത് ഇവിടെയുള്ള ജാതിമത വർണ്ണങ്ങളോടല്ല പറഞ്ഞത്, തന്റെ മുമ്പിലാഗതരായിരിക്കുന്ന യഹൂദ മത നേതാക്കന്മാരോട് അല്ലെങ്കിൽ യഹൂദ ജനതയോടാണ് പറഞ്ഞത്, നിങ്ങൾ പാപത്തെ സ്നേഹിച്ചു എന്നുള്ളത്. അങ്ങനെ ബൈബിളിലേക്ക് നാം തിരിഞ്ഞാൽ ഇരുളിനെ സ്നേഹിച്ചു എന്ന് പറഞ്ഞാൽ പാപത്തെ സ്നേഹിച്ചു എന്നാണ്. പാപത്തെ ആർക്കും ഇഷ്ടമല്ല, ഒരു മനുഷ്യനും ഇഷ്ടമില്ലാത്തതാണ് ഇരുട്ടും അതുപോലെ തന്നെ പാപവും. പാപത്തെ ഇഷ്ടപ്പെടുന്ന ആരും നെല്ലിക്കുന്ന് ഭാഗത്തുണ്ടാകുകയില്ല, ഈ തൃശ്ശൂർ ജില്ലയിൽ ഉണ്ടാകുകയില്ല, കേരളത്തിൽ ഉണ്ടാകുകയില്ല, ലോകത്തിൽ എവിടെയും ഉണ്ടാകുകയില്ല. പാപത്തെ ആർക്കും ഇഷ്ടമല്ല. പക്ഷെ ബൈബിൾ പറയുന്നത് നിങ്ങൾ പാപത്തെ സ്നേഹിക്കുന്നു. ഞാൻ ഇങ്ങനെ പറയട്ടെ പ്രിയപ്പെട്ടവരെ, ബൈബിൾ പറയാണ് ആരാണ് യഥാർത്ഥത്തിൽ ഈ പാപത്തെ സ്നേഹിച്ചതെന്ന് ബൈബിൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. മനുഷ്യൻ ഇരുളിനെ സ്നേഹിച്ചു. ആരാണ് സ്നേഹിച്ചത്? ചോദ്യം. ഇവിടുത്തെ ക്രിസ്ത്യാനികളാണോ ഇരുളിനെ സ്നേഹിച്ചത്? ചോദ്യമാണ്. ഇവിടുത്തെ ഹൈന്ദവ സഹോദരന്മാരാണോ ഇരുളിനെ സ്നേഹിച്ചത്? ഇവിടുത്തെ ഇസ്ലാം സഹോദരന്മാരാണോ ഇരുളിനെ സ്നേഹിച്ചത്? അർച്ചാൽ പാപത്തെ സ്നേഹിച്ചത്? പ്രിയപ്പെട്ടവരെ, ആ ചോദ്യത്തെ നാം ചോദിച്ചാൽ ഏത് മനുഷ്യനാണ് ഇരുളിനെ സ്നേഹിച്ചത്? ആ ചോദ്യം ചോദിച്ചാൽ അതിന് ഉത്തരം നൽകുന്ന ഒരേ ഒരു പുസ്തകമാണ് വിശുദ്ധ ബൈബിള്. ബൈബിൾ അല്ലാതെ അതിന് മറുപടി പറയുന്ന മറ്റൊരു പുസ്തകമില്ല. ബൈബിളിനെ കുറിച്ച് ഞാൻ ഈ കാലഘട്ടത്തിൽ ഏറെ വിശദീകരിക്കേണ്ട കാര്യമില്ല. കാരണം ബൈബിളില്ലാത്ത ഒരു വീട് പോലും എനിക്ക് തോന്നുന്നില്ല. ക്രൈസ്തവന്റെയും അക്രൈസ്തവന്റെയും വീടുകളിൽ നിങ്ങൾ വായിച്ചില്ലെങ്കിലും നിങ്ങളുടെ അലമാരയ്ക്കകത്ത് ബൈബിൾ ഉണ്ടാകും. ഇവിടുത്തെ സ്കൂളുകളിലും കോളേജുകളിലും ഇവിടുത്തെ ഹോസ്പിറ്റലുകളിലും വഴിയോരങ്ങളിലും ബൈബിളുകൾ ഏകദേശം നൽകപ്പെടുന്ന സഹോദരന്മാർ ഇവിടെയുണ്ട്. ആ സഹോദരന്മാർ ഇവിടെയുണ്ട്, അവർ കൊടുക്കുന്നതാണ്. ഇനി ഇല്ല എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് തരുവാൻ ഞങ്ങൾ സന്നദ്ധരാണ്. അതുകൊണ്ട് ബൈബിൾ ഉണ്ട്. അപ്പോൾ ബൈബിൾ മാത്രമാണ് ഈ യാഥാർത്ഥ്യത്തെ തുറന്നു പറയുന്നത്. അതുകൊണ്ട് ബൈബിളിനെ കുറിച്ച് ഞാൻ ഏറെ വിശദീകരിക്കുന്നില്ല, സമയത്തിന്റെ അപര്യാപ്തത മൂലം. അതുകൊണ്ട് ലോക ചരിത്രത്തിൽ ഇവിടെയുള്ള മറ്റേത് മതഗ്രന്ഥങ്ങളെക്കാൾ മറ്റേ ഏത് കവിവര്യന്മാരും ശാസ്ത്രപതികളും എഴുതിയ പുസ്തകങ്ങളെക്കാൾ പ്രിയപ്പെട്ടവരെ ലോകത്തിലുള്ള മറ്റേത് പുസ്തകങ്ങളെക്കാളും മതത്തിന് വെളിയിൽ നിന്നുകൊണ്ട് മനുഷ്യനോട് സംസാരിക്കുന്ന ഒരേ ഒരു പുസ്തകമേ ഉള്ളൂ, അതാണ് വിശുദ്ധ ബൈബിൾ. അതുകൊണ്ട് ഈ വിശുദ്ധ ബൈബിളിലേക്ക് നോക്കിയാൽ ഇരുളിനെ സ്നേഹിച്ച മനുഷ്യനെ അറിയാം. ആരാണ് ഇരുളിനെ സ്നേഹിച്ചത്? ഏത് കുലത്തിൽപ്പെട്ടവനാണ് ഇരുളിനെ സ്നേഹിച്ചത്? ഏത് ജാതിയിൽപ്പെട്ടവനാണ് ഇരുളിനെ സ്നേഹിച്ചത്? ഏത് കുടുംബമാണ് ഇരുളിനെ സ്നേഹിച്ചത്? ആരാണ് ഇരുളിനെ സ്നേഹിച്ചത്? അർത്ഥം പാപത്തെ സ്നേഹിച്ചത് ആരാണെന്ന് ഉത്തരം പറയുന്ന ലോകത്തിലെ ഒരേ ഒരു പുസ്തകം അത് വിശുദ്ധ ബൈബിൾ അല്ലാതെ മറ്റൊരു പുസ്തകമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ ബൈബിളിലെ ഒന്നാം പുസ്തകമായ ഉൽപ്പത്തി പുസ്തകത്തിന്റെ 3-ാം അധ്യായത്തിന്റെ 6 മുതൽ 8 വരെയുള്ള വേദഭാഗങ്ങൾ നിങ്ങൾ വായിച്ചാൽ അവിടെ വായിക്കേണ്ട, ഞാനതെല്ലാം പറഞ്ഞു പോവുകയാണ് പ്രിയപ്പെട്ടവരെ. അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്: ദൈവം സൃഷ്ടിച്ച ആദ്യത്തെ മനുഷ്യൻ, ആ മനുഷ്യൻ ഹിന്ദുവായിരുന്നില്ല, ആ മനുഷ്യൻ ജാതി മത വ്യത്യാസമെന്ന് നാം പറയുന്നത് പോലെ അതിർത്തികൾ തിരിക്കപ്പെട്ട ജാതി മതത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നില്ല ദൈവം സൃഷ്ടിച്ചത്, മനുഷ്യനെ ആയിരുന്നു. പ്രിയപ്പെട്ടവരെ, ക്രിസ്ത്യാനി ആയിരുന്നില്ല, ഇസ്ലാമിനെ ആയിരുന്നില്ല, മനുഷ്യനെ സൃഷ്ടിച്ച ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു എന്നാണ് ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ നാം വായിക്കുന്നത്. മനുഷ്യനെ ഉണ്ടാക്കിയത് ദൈവമാണ്. ആ ദൈവം ഉണ്ടാക്കിയ മനുഷ്യൻ, ആദ്യത്തെ മനുഷ്യൻ ആദാം എന്ന മനുഷ്യൻ, അവന് തുണയായി കൊടുത്ത ഹൗവ എന്ന സ്ത്രീ, ഒറ്റ കുടുംബം. ആ കുടുംബമാണ് ഇരുളിലേക്ക് പോയത്. ആ ചരിത്രത്തെ പറയുന്നതാണ് ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം. ആ കുടുംബമാണ് ദൈവം ചെയ്യരുതെന്ന് പറഞ്ഞ കാര്യത്തെ ചെയ്തതുകൊണ്ട് അതാണ് പാപം എന്ന് പറയുന്നത്. ഇരുളിലേക്ക് പോകുക, പാപം എന്നെല്ലാം പറയുന്നത് ദൈവം എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു അത് ചെയ്യാതിരിക്കുന്നതാണ് പാപം. ചെയ്യരുതെന്ന് പറഞ്ഞത് ചെയ്യുന്നതാണ് പാപം. ചെയ്യരുതെന്ന് പറഞ്ഞത് ചെയ്തതും ചെയ്യണമെന്ന് പറഞ്ഞത് ചെയ്യാതിരുന്നതും അതാണ് ലംഘനം. അതാണ് കുറ്റം. പ്രിയപ്പെട്ടവരെ, അതാണ് പാപം. അതുകൊണ്ട് ആ ദമ്പതികൾ അവർ പാപം ചെയ്തു. അവർ പാപം ചെയ്തിട്ട് അവിടെ വായിക്കുന്നതാണ് അവർ ദൈവത്തെ ഭയപ്പെട്ടത് കൊണ്ട് അവർ ഇരുളിലേക്ക് പോയി. ഞങ്ങൾ ഭയപ്പെട്ട് ഒളിച്ചു എന്നാണ് പറയുന്നത്. ഇവിടെ നടക്കുന്ന കൊലപാതകവും മാനഭംഗവും പീഡനവും നിങ്ങൾ പരിശോധിച്ചുകൊള്ളുക. അഴിമതിയും അക്രമവും ചെയ്ത് ഭരണകർത്താക്കന്മാർ പോലെ മനുഷ്യർ പലരുമായിക്കൊള്ളട്ടെ എല്ലാവരും ഒളിച്ചോടുകയാണ്.
ഇരുളിലേക്കാണ് മനുഷ്യൻ പോകുന്നത്. ഇത് ഇവരല്ല പോയത്. ഇവിടുത്തെ മതാന്തന്മാരോ ഇവിടുത്തെ രാഷ്ട്രീയ നേതാക്കന്മാരോ ഇവിടുത്തെ പുരോഹിതവർഗമോ സാധാരണ ജനവുമല്ല ഇരുളിലേക്ക് പോയത്. പ്രിയപ്പെട്ടവരെ, ഇവരൊക്കെ പോകുന്നതിന് മുമ്പ് പാപം ചെയ്ത മനുഷ്യൻ ഇരുളിലേക്ക് പോയി. അതാണ് ആദാം എന്ന മനുഷ്യൻ, ഹവ്വ എന്ന സ്ത്രീ, ഒറ്റ കുടുംബം അവർ ഇരുളിലേക്ക് പോയെന്നാണ്. ദൈവത്തെ ഭയപ്പെട്ടു വിളിച്ചു, അവർ ഇരുളിലേക്ക് പോയി, അവർ പാപം ചെയ്തു. പാപമാണ് യഥാർത്ഥ ഇരുളെന്നിവിടെ പ്രതിപാദിച്ചിരിക്കുന്നവർ പാപം ചെയ്തു, അവർ ഇരുളിലേക്ക് പോയി. അങ്ങനെ ഇരുളിലേക്ക് പോയത് കൊണ്ട് റോമാലേഖനം 5-ാം അധ്യായത്തിന്റെ 12-ാം വാക്യം നിങ്ങൾ വായിച്ചു നോക്കുക. അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിലേക്ക് വന്നു. ഏക മനുഷ്യനാൽ പാപം. അതാണ് ഞാൻ പറഞ്ഞത്, ഒരേ ഒരു മനുഷ്യൻ, ദൈവം സൃഷ്ടിച്ച മനുഷ്യൻ ഇരുളിലേക്ക് പോയി, അതാൽ പാപത്തിലേക്ക് പോയി. ഒരേ ഒരു മനുഷ്യൻ, ആ മനുഷ്യനാണ് പാപത്തിലേക്ക് പോയത്. അതാണ് ആദാം എന്ന മനുഷ്യൻ. അങ്ങനെ ആദാം ഇരുളിലേക്ക് പോയി, ഏക മനുഷ്യനാൽ പാപം. ആ മനുഷ്യനാൽ മനുഷ്യൻ ഇരുളിലേക്ക് പോയി. ഇരുളെന്ന അന്ധകാരം മനുഷ്യനെ പിടികൂടി, അതാൽ പാപം മനുഷ്യനെ പിടികൂടി. ആദാമും ഹവ്വയും പാപം ചെയ്തപ്പോൾ ആദാമും ഹവ്വയ്ക്കും ജനിച്ച സന്തതി പരമ്പരകൾ മുഴുവൻ പാപികളായി. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ ബൈബിൾ ഇങ്ങനെ പറയുന്നത്, റോമാലേഖനം 3:23, ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവതേജസ്സില്ലാത്തവരായി തീർന്നു. ഈ ഹൈലാൻഡ് സ്ട്രീറ്റില് നിങ്ങൾക്ക് പല വ്യത്യാസങ്ങൾ ഉണ്ടാകാം. ചിലപ്പോൾ നിങ്ങൾക്ക് റോൾസ് റോയ്സ് കാർ ഉണ്ടായിരിക്കാം, മറ്റൊരു ഓഡി കാർ ഉണ്ടായിരിക്കാം, മറ്റൊരുത്തിന് താഴ്ന്ന നിലവാരത്തിലുള്ള കാറായിരിക്കാം. വീടുകൾക്ക് വ്യത്യാസമുണ്ട്, നിങ്ങളുടെ വസ്ത്രധാരണത്തിന് വ്യത്യാസമുണ്ട്, കുടുംബക്ക് വ്യത്യാസം ഉണ്ടായിരിക്കാം, നിങ്ങൾക്ക് പല വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കാം, നിങ്ങളുടെ പേരിന് വ്യത്യാസം ഉണ്ടായിരിക്കാം, വിദ്യാഭ്യാസത്തിന് വ്യത്യാസം ഉണ്ടായിരിക്കാം. പക്ഷേ ഹൈലാൻഡ് സ്ട്രീറ്റ് എന്ന് മാത്രമല്ല, ലോകത്തിലുള്ള അഖില മാനവരാശിയും ഒരു വ്യത്യാസവുമില്ലാത്ത ഒരേ ഒരു കാര്യം പാപമെന്ന കാര്യം. പാപമെന്ന കാര്യം, പാപത്തിന്റെ കാര്യത്തിൽ ആരും വ്യത്യസ്തരല്ല പ്രിയപ്പെട്ടവരെ. എല്ലാവരും ഒരുപോലെ ഒരുപോലെ പാപികൾ പാപികൾ പാപികൾ. മനുഷ്യൻ പാപിയാണ്, മനുഷ്യൻ പാപിയാണ്. എങ്ങനെ പാപിയായി? ആദാമിന്റെ സന്തതിയായി. ഇതെല്ലാം വിശദീകരിക്കാൻ സമയമില്ല പ്രിയപ്പെട്ടവരെ. ഇന്ന് അതെല്ലാം കണ്ടുപിടിച്ചു. പാപം പകരപ്പെടുന്നത് രക്തത്തിലൂടെയല്ല, പാപം പകരപ്പെടുന്നത് രക്തത്തിലൂടെയല്ല, പാപം പകരപ്പെടുന്ന സ്വഭാവത്തിലൂടെയാണ്. DNA, ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ്. നമുക്കറിയാം, 23 ജോഡി ക്രോമോസോമുകൾ വഴി DNA വഴി മനുഷ്യരിലൂടെ, അമ്മയിലൂടെ, അപ്പനിലൂടെ ഒരു കുഞ്ഞിലേക്ക് പകരപ്പെടുന്നതാണ്. DNA വഴി പകരപ്പെടുന്നതാണ്, ഈ ക്രോമോസോമുകൾ വഴി പകരപ്പെടുന്നതാണ് സ്വഭാവം, നിറം, ഉയരം, നടത്തം, എന്തെങ്കിലും മാറാ രോഗമുണ്ടെങ്കിൽ രോഗം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, വാക്യങ്ങൾ വിശദീകരിക്കുന്നില്ല. ആദാമിന്റെ DNA-യിലൂടെ അഖില മാനവരാശിയിലേക്ക് പകരപ്പെട്ട കൊറോണയേക്കാൾ ഭീകരമായ ഒരു മാരകമായ മനുഷ്യൻ ഇന്ന് കണ്ടുപിടിച്ച മറ്റേത് രോഗങ്ങളെക്കാളും സാക്ഷാൽ രോഗമെന്ന് ബൈബിൾ അവതരിപ്പിക്കുന്ന മാരകമായ രോഗമാണ് പാപമെന്ന മാരകമായ രോഗം. ആ രോഗം മനുഷ്യനെ പിടികൂടി. ലോകത്തിലെ എല്ലാ മനുഷ്യരും പാപികളായി തീർന്നു. ഏറെ വിശദീകരിക്കുന്നില്ല. 2 കൊരിന്ത്യർ 4-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം, വാക്യങ്ങൾ അങ്ങ് പറഞ്ഞു പോകാം. അവിടെ ഇങ്ങനെയാണ് വായിക്കുന്നത്: ദൈവപ്രതിമയായ യേശുക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷത്തിന്റെ പ്രകാശനം ശോഭിക്കാതിരിക്കാൻ ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കി. വാക്യം നിങ്ങൾ വായിച്ചാൽ മതി. ഈ ലോകത്തിന്റെ ദൈവം ആരാണ്? ഈ ലോകത്തിന്റെ ദൈവം സർവ്വലോകവും ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുന്നു. അഖില മാനവരാശിയെയും ഒരു കുടക്കീഴിലേക്ക് കൊണ്ടുപോയ സാത്താൻ. അത് നിങ്ങളെല്ലാം പറയും, ഞങ്ങളെ സാത്താൻ ഒന്നും ചെയ്യുകയില്ല എന്ന്. പ്രിയപ്പെട്ടവരെ, സാത്താനെതിരെ എത്ര പ്രവർത്തിച്ചാലും സാത്താൻ എന്നെ മനുഷ്യന്റെ ദേഹിയെ കയ്യിലെടുത്തു, മനുഷ്യന്റെ സ്വഭാവത്തെ കയ്യിലെടുത്തു. പാപം കൊണ്ട് മനുഷ്യനെ അമ്മാനമാടുന്നവനാണ് സാത്താൻ. അവനെ വിജയിക്കുവാൻ യേശുക്രിസ്തുവിനല്ലാതെ മനുഷ്യനായി പിറന്ന ഒരുവനും കഴിഞ്ഞിട്ടില്ല. അങ്ങനെ മാനവരാശി മൊത്തം പാപത്തിൽ. അങ്ങനെ കർത്താവായ യേശുക്രിസ്തുവിന്റെ തേജസ്സുള്ള പ്രകാശം എന്ന് പറഞ്ഞാൽ ദൈവത്തെ കാണാതിരിക്കാൻ. നിങ്ങൾ ശ്രദ്ധിക്കണം, ആദാം ഇതാണ് ചെയ്തത്. നിന്നെ ഭയപ്പെട്ടുകൊണ്ട് ഞങ്ങൾ ഒളിച്ചു. ഈ ഒളിക്കുവാനുള്ള കാരണമാണ് ബൈബിൾ പറഞ്ഞിരിക്കുന്നത്. യേശുക്രിസ്തു എന്ന തേജസ്സുള്ള സുവിശേഷത്തിന്റെ പ്രകാശനം ലഭിക്കാതിരിക്കാൻ ഈ നാട്ടിലെന്നല്ല ലോകത്തിലുള്ള അഖില മാനവരാശിയുടെയും മനസ്സ് കുരുടാക്കി, അന്ധരാക്കി മാറ്റി. ഈ ലോകത്തിലുള്ള സർവ്വ മനുഷ്യരും അന്ധരാണെന്നാണ് ബൈബിൾ പറയുന്നത്. ആത്മീക അന്ധർ, ദൈവത്തെ കാണുവാൻ കഴിയാത്ത ആത്മീക അന്ധർ. അങ്ങനെ ആത്മീക അന്ധരായിരിക്കുന്ന മനുഷ്യർ ഈ സുവിശേഷത്തിന്റെ ശബ്ദം കേട്ടിട്ടും ഈ പ്രകാശത്തെ മനസ്സിലാക്കാതെ വീണ്ടും ഇരുട്ടിലൂടെ യാത്ര ചെയ്യുമ്പോൾ, അതാണ് ഈ സുവിശേഷ പ്രസംഗത്തിന്റെ പ്രത്യേകത. നിങ്ങളെ പ്രകാശം കാണിക്കുന്ന, വെളിച്ചം കാണിക്കുന്ന സന്ദേശം സുവിശേഷ സന്ദേശം. അതുകൊണ്ട് യേശുക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷം ശോഭിക്കാതിരിക്കാൻ, നിങ്ങൾക്ക് മനസ്സിലാകാതിരിക്കാൻ സാത്താൻ നിങ്ങളുടെ കണ്ണ് കുരുടാക്കിയിരിക്കുന്നു. എന്തൊക്കെ കൊണ്ട് കുരുടാക്കിയിരിക്കുന്നു എന്ന് ഞാൻ പിന്നാലെ പറയാം.
പ്രിയപ്പെട്ടവരെ, അതുകൊണ്ടാണ് എഫേസ്യ ലേഖനം 4-ാം അധ്യായത്തിന്റെ 18-19 വാക്യം എല്ലാം വായിപ്പിച്ചാൽ ഇവിടെ നിൽക്കില്ലാത്തതുകൊണ്ട് ഞാനങ്ങ് പറഞ്ഞു പോകാം വാക്യം. പ്രിയപ്പെട്ടവരെ, അതിന്റെ 18-ാം വാക്യം നാം ഇങ്ങനെയാണ്, എഫേസ്യർ 4:18-19. അവർ അന്ധബുദ്ധികളായി അജ്ഞാനം നിമിത്തം ഹൃദയകാഠിന്യം നിമിത്തം തന്നെ, അവിടെ എങ്ങനെയാണ് പറഞ്ഞത്? ഹൃദയകാഠിന്യം നിമിത്തം തന്നെ ദൈവത്തിന്റെ ജീവനിൽ നിന്ന് അകന്നുപോയി അത്യാഗ്രഹത്താൽ സകല അശുദ്ധ പ്രവൃത്തികളും ചെയ്ത് ദുഷ്കാമത്തിന് തങ്ങളെ തന്നെ ഏൽപ്പിച്ചിരിക്കുന്നു. അവിടെ എങ്ങനെയാണ് പ്രതിപാദിച്ചിരിക്കുന്നത്? അവര് അതിന്റെ 18-ാം വാക്യം, അവർ അന്ധകാരത്തിലേക്ക് പോയതാണ്. അന്ധബുദ്ധികളായി അജ്ഞാനം നിമിത്തം ഹൃദയകാഠിന്യം നിമിത്തം തന്നെ. പ്രിയപ്പെട്ടവരെ, പാപത്തിൽ ജനിച്ച ഒരു മനുഷ്യൻ, അന്ധകാരത്തിൽ ജീവിക്കുന്ന മനുഷ്യനാണ് ഹൃദയകാഠിന്യമുള്ളവൻ. നമുക്കറിയാം, ഹൃദയകാഠിന്യം എന്ന് പറഞ്ഞാൽ ഇവിടെ ഇരിക്കുന്ന സഹോദരിമാരെ നോക്കിയാൽ അറിയാം. നാം പറയും സ്ത്രീകളുടെ ഹൃദയം പെട്ടെന്ന് അലിഞ്ഞ് ഇല്ലാതെയാകുമെന്ന്. അവരത്ര സ്നേഹമുള്ളവരാണെന്ന്, അമ്മയാണെന്ന്, ഭാര്യയാണെന്ന്, സഹോദരിയാണെന്ന് കവിവര്യന്മാർ നീട്ടിപ്പാടി, അമ്മയാണെന്നെല്ലാം നീട്ടിപ്പാടി. നമുക്കറിയാം പ്രിയപ്പെട്ടവരെ, ഈ കഴിഞ്ഞ ദിവസം വെഞ്ഞാറമ്മൂട് അശുദ്ധി എന്ന് പറയുന്ന ഒരു പെൺകുട്ടി പ്രസവിച്ചു വീണ സ്വന്തം കുഞ്ഞിനെ കഴുത്ത് ഞെരിച്ച് കൊന്നതിന് ശേഷം പ്രിയപ്പെട്ടവരെ കുഴിച്ചിടുകയുണ്ടായി. അങ്ങനെ സഹോദരിമാർ മക്കളെ കൊന്ന കണക്കെടുക്കുകയാണെങ്കിൽ ഞാൻ പേപ്പർ കട്ട് വെട്ടി സൂക്ഷിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, കേരളത്തിൽ കഴിഞ്ഞ 2020 കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ 2500-ലധികം കുഞ്ഞുങ്ങളെ കൊന്നുകളഞ്ഞു എന്നാണ് പറയുന്നത്. അത് അമ്മമാരാണ്, ഞാൻ സഹോദരിമാരെ പറയുന്നതല്ല. പ്രിയപ്പെട്ടവരെ, ഹൃദയകാഠിന്യം എന്നാണ് അതിനെ കുറിച്ച് പറയുന്നത്. ബൈബിൾ വെറുതെ പറയുകയല്ല. പാപം മനുഷ്യനിലേക്ക് പ്രവേശിച്ചപ്പോൾ ഹൃദയകാഠിന്യം, സ്വന്തം കുഞ്ഞിനെ കൊല്ലുവാൻ, സ്വന്തം ഭർത്താവിനെ കൊല്ലുവാൻ മടിയില്ലാത്ത ഭാര്യമാർ, ഇത് ഹൃദയകാഠിന്യമല്ലേ? ഇത് മദ്യപിച്ചിട്ടല്ല ഇത് ചെയ്യുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം. കഴിഞ്ഞ ദിവസം നമുക്കറിയാം, കൊല്ലത്ത് അലുവ അതുൽ എന്ന് പറയുന്ന ഒരു ഗുണ്ട കൊല ചെയ്യപ്പെട്ടു. ഇത് പത്രത്തിൽ വന്നതുകൊണ്ടാണ് ഉറക്കം വിളിച്ച് പറയുന്നത്, തെറ്റിദ്ധരിക്കേണ്ട. അങ്ങനെ കൊല ചെയ്യപ്പെട്ട ഈ ഗുണ്ടയെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, പുള്ളി മദ്യം ഉപയോഗിക്കില്ല, മയക്കുമരുന്ന് ഉപയോഗിക്കില്ല. മലയാള മനോരമ എഴുതിയതാണ്, ഞാൻ പറഞ്ഞതല്ല. ഇതൊന്നും ഉപയോഗിക്കാഞ്ഞിട്ട് പുള്ളിയുടെ ലഹരി എന്നുള്ളത് മനുഷ്യന്റെ ചോര കാണുന്നതാണ്. നോക്കുക, മദ്യപിച്ചിട്ടാണോ കൊലപാതകം നടക്കുന്നത്? മദ്യപിച്ചിട്ടാണോ മാനഭംഗം നടക്കുന്നത്? മദ്യപിച്ചിട്ടാണോ പീഡനം നടക്കുന്നത്? പ്രിയപ്പെട്ടവരെ, പാപമെന്ന അന്ധകാരം മനുഷ്യന്റെ ഹൃദയത്തിൽ ബാധിച്ചിരിക്കവേ, മനുഷ്യൻ പാപിയാണ്, പാപമാണ് മനുഷ്യനെ നിയന്ത്രിക്കുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ മറന്നു പോകരുത്. പ്രിയപ്പെട്ടവരെ, തീർന്നില്ല. നാം പരിശോധിച്ചു വരികയാണെങ്കിൽ നമുക്കറിയാം, ഈ കൊച്ചിയിൽ കുമ്പളത്ത് നടന്ന കാര്യം നാം അറിഞ്ഞതാണ്. സ്വന്തം കാമുകനോട് ചേർന്ന് ഒരു പെൺകുട്ടി ചെയ്തതാണ്. നൊന്ത് പ്രസവിച്ച അമ്മയനെ കൊന്ന് കഷണമാക്കിയിട്ട് ഒരു വീപ്പയിലാക്കി മിറ്റലും സിമന്റും ഇട്ട് കൂട്ടിക്കുഴച്ച് കോൺക്രീറ്റ് ചെയ്ത് കായലിൽ കൊണ്ട് കെട്ടിത്താഴ്ത്തി. പ്രിയപ്പെട്ടവരെ, ഇതല്ലേ ഹൃദയകാഠിന്യം? ഇത് ചെയ്തത് ഹൃദയകാഠിന്യമല്ലേ? കണ്ടുപിടിച്ചിട്ടാണോ? മദ്യപിച്ചിട്ടാണോ? നിങ്ങൾ അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. പ്രിയപ്പെട്ടവരെ, മദ്യപിക്കുന്നതും ഹൃദയകാഠിന്യം നിമിത്തമാണ്. പാപമാണ് ഒരു മനുഷ്യനെ മദ്യപാനത്തിലേക്ക് നയിക്കുന്നതും, പാപമാണ് ഒരു മനുഷ്യനെ മയക്കുമരുന്നിലേക്ക് നയിക്കുന്നതും. മനുഷ്യനെ ആപാദചൂടം പാപമാണ് നിയന്ത്രിക്കുന്നത്. പാപത്തിന്റെ കരാളകസ്തങ്ങളിൽ നിന്ന് വിടുവിച്ചെടുക്കുവാൻ ലോകം ഇതുവരെ കണ്ട ഒരു മനുഷ്യനോ അവരവതരിപ്പിച്ച പ്രമാണങ്ങൾക്കോ അവരവതരിപ്പിച്ച പുരോഹിതന്മാർക്കോ ശുദ്ധന്മാർക്കോ പ്രിയപ്പെട്ടവരെ മാനവരാശിക്ക് കഴിഞ്ഞിട്ടില്ല. അങ്ങനെ ആർക്കും കഴിഞ്ഞിട്ടില്ല. പാപത്തിന്റെ അന്ധകാരത്തിൽ നിന്ന്, പാപത്തിന്റെ കെട്ടിൽ നിന്ന് ഒരു മനുഷ്യനെ രക്ഷിപ്പാൻ ലോകത്തിൽ ഒരു മനുഷ്യനും കഴിഞ്ഞിട്ടില്ല. എന്നാൽ ബൈബിൾ പറയാണ് പ്രിയപ്പെട്ടവരെ, അവർ എല്ലാം വിശദീകരിക്കുന്നില്ല. ഇവിടെ പിതാവിന്റെ പീഡനം ഹൃദയകാഠിന്യമല്ലേ? ഈ തിരിയില്ലാത്ത കുഞ്ഞുങ്ങളെ സ്വന്തം പിതാവ് പീഡിപ്പിച്ചെന്ന് ഹൈലാൻഡ് നിങ്ങൾ വായിച്ചതല്ലേ? ഇവിടെ എല്ലാവരും വായിച്ചതല്ലേ? അതല്ലേ ഹൃദയകാഠിന്യം? സ്വന്തം അമ്മയുടെ നെഞ്ചിൽ കത്തി കുത്തിയിറക്കുന്നതും സ്വന്തം അമ്മയെ തലക്കടിച്ച് കൊല്ലുന്നതും ഹൃദയകാഠിന്യമല്ലേ? അന്ധബുദ്ധികളായിട്ടല്ലേ അവർ തങ്ങളെ തന്നെ അശുദ്ധിക്കേൽപ്പിച്ചിരിക്കുകയല്ലേ? വ്യഭിചാരവും മാനഭംഗവും ഇവിടുത്തെ ഫാഷൻ പരേഡുകളാക്കി മാറ്റുന്ന നമ്മുടെ നാട്, പ്രിയപ്പെട്ടവരെ, നഗ്നതയ്ക്ക് പുതിയ പേര് ചാർത്തി മാലകൾ അണിയിക്കുന്ന നാട്, അതല്ലേ നമ്മുടെ നാട്. പ്രിയപ്പെട്ടവരെ, അശുദ്ധി പ്രവർത്തിക്കുന്ന നാട്, ദുഷ്കാമത്തിന് തങ്ങളെ തന്നെ നിപീഠം പോലെ സ്വാതന്ത്ര്യം കൊടുക്കുന്ന ആണിനും പെണ്ണിനും യഥേഷ്ടം തെരുവീതികളിൽ അണിഞ്ഞാടുവാൻ സ്വാതന്ത്ര്യമുള്ളത്, ഇതല്ലേ അശുദ്ധി? ഇതിനെല്ലാം സ്വാഭാവികമായിട്ട് നല്ലതെന്ന് ചൂണ്ടിക്കാണിക്കുന്ന ലോകം. പക്ഷെ ശ്രദ്ധിക്കണേ, മനുഷ്യൻ അശുദ്ധിയിലാണ്. ദുഷ്കാമത്തിന് തങ്ങളെ തന്നെ ഏൽപ്പിച്ചു. സ്വന്തം മകൾ വിവസ്ത്രയായി നടക്കുന്നത് കണ്ണുറച്ച് കണ്ട് ചിരിക്കുന്ന അമ്മയുടെ നാട്, അല്ലേ?
സ്വന്തം മകൻ വിവസ്ത്രനായി നടക്കുന്നത്, ഒരു സ്ത്രീയോടുകൂടെ നടക്കുന്നത് കണ്ടുചിരിക്കുന്ന താരങ്ങൾ. എന്തുമാത്രം പേരിന് മാത്രം വസ്ത്രമണിഞ്ഞ് തെരുവീതിയിലൂടെ ൂടും ഭാവമില്ലാതെ യാത്ര ചെയ്യുന്ന സഹോദരിമാർ, അത് കണ്ട് ഫാഷനാണെന്ന് പറയുന്നവർ, അത് കണ്ട് പരിഷ്കാരമാണെന്ന് പറയുന്നവർ, പ്രിയപ്പെട്ടവരെ, ദുഷ്കാമത്തിന് തങ്ങളെ തന്നെ ഏൽപ്പിച്ചിരിക്കുന്നു. വിശദീകരിക്കുന്നില്ല. മനുഷ്യൻ പാപത്തിന്റെ പിടുത്തത്തിലാണ്. മനുഷ്യനെ അടച്ചു പൂട്ടിയിരിക്കുന്നത് രാഷ്ട്രീയമല്ല, മതമല്ല. പ്രിയപ്പെട്ടവരെ, അവരുടെ നിങ്ങളെടുത്തിരിക്കൽ ലോണല്ല നിങ്ങൾക്ക് തടസ്സം, നിങ്ങളുടെ വീടല്ല നിങ്ങൾക്ക് തടസ്സം, നിങ്ങളുടെ മദ്യമല്ല നിങ്ങൾക്ക് തടസ്സം, മയക്കുമരുന്നല്ല നിങ്ങൾക്ക് തടസ്സം. ഞാൻ പറയുന്നു, ഞങ്ങൾ പറയുന്നു, ബൈബിൾ പറയുന്നു, പാപമാണ് മനുഷ്യനെ ബന്ധിച്ചിട്ടിരിക്കുന്നത്. പാപിയാണ് മനുഷ്യൻ. മനുഷ്യൻ ആപാത ചൂടം പാപി. പാപം മനുഷ്യനെ നിയന്ത്രിക്കുന്നു എന്നുള്ളതാണ്. ഞാൻ ഓടിച്ചു പോകട്ടെ. അതുകൊണ്ടാണ് റോമാലേഖനം 1-ാം അധ്യായത്തിന്റെ 21-ാം വാക്യം നമുക്കറിയാം. അവിടെ എല്ലാം വിശദീകരിക്കുന്നു. അവിടെ പറഞ്ഞു, അവരുടെ വിവേകമില്ലാത്ത ഹൃദയം ഇരുണ്ടുപോയെന്നാണ്. അവരുടെ വിവേകമില്ലാത്ത ഹൃദയം ഇരുണ്ടുപോയി. ജീവനുള്ള തേജോമനായ അവനെ സൃഷ്ടിച്ച ദൈവത്തിനെ അവൻ, അക്ഷയനായ ദൈവത്തിനെ അവൻ ക്ഷയമുള്ള മനുഷ്യൻ, പക്ഷി, നാൽക്കാലി, ഇഴജാതി എന്നിവയുടെ രൂപസാദൃശ്യമാക്കി കളഞ്ഞു. അന്ധകാരത്തിൽ കിടക്കുന്ന മനുഷ്യ, നീ ആരാധിക്കുന്ന പക്ഷിയും മൃഗവും മനുഷ്യനും നിന്നെ സൃഷ്ടിച്ച ദൈവമല്ല എന്ന് ഈ സുവിശേഷത്തിന്റെ വെളിച്ചം നിന്റെ ഹൃദയത്തിന്റെ അറകളെ കീറി മുറിച്ച് ചെന്നിട്ടും മനസ്സിലാകാത്തതിന്റെ കാരണം എന്താണെന്ന് അറിയാമോ? പാപം. അത് മനുഷ്യനെ അടച്ചു ഭരിക്കുകയാണ്. മനുഷ്യന്റെ ഹൃദയം പാപം കൈവശമാക്കിയിരിക്കുകയാണ്. മനുഷ്യൻ പാപത്തിലാണ്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ടാണ് സങ്കീർത്തനം 82-ന്റെ 5-ാം വാക്യം അവിടെ എന്താണ് വായിക്കുന്നത്? അവിടെ ഇങ്ങനെയാണ് വായിക്കുന്നത്, അവർക്ക് അറിവില്ല, ബോധവുമില്ല, അവർ ഇരുട്ടിൽ നടക്കുന്നു. നിങ്ങൾ സമ്മതിക്കുമോ? ഈ ലോകത്തിൽ ആരെങ്കിലും സമ്മതിക്കുമോ? പക്ഷേ ഡയോജനീസ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഗ്രീക്കിൽ സമ്മതിച്ചു. അദ്ദേഹം ഒരു കമ്പ്രാന്തലെടുത്ത് കത്തിച്ച്, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, തെരുവീതിയിലൂടെ നടത്തും. അപ്പൊ ആളുകൾ ചോദിച്ചു, അങ്ങേക്ക് വട്ടാണോ? ആൾ തിരിച്ചു പറഞ്ഞു, എനിക്കല്ല, ബുദ്ധിഭ്രമം നിങ്ങൾക്കാണ്. ലോകം അന്ധകാരത്തിലാണ്. ഈ ലോകത്തിന് വെളിച്ചം കാണിക്കുവാൻ ഒരുവൻ വന്നേ മതിയാകൂ, ലോഗോസ്. പക്ഷേ ഡയോജനീസ് പറഞ്ഞ ലോഗോസ് അല്ല ബൈബിൾ അവതരിപ്പിക്കുന്ന ലോഗോസ്. അത് വ്യത്യാസമുണ്ട്, വിശദീകരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഒരുവൻ വരണമെന്ന് ആ ദാർശനികൻ പറയുകയുണ്ടായി. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് മനുഷ്യൻ ഇരുട്ടിലാണ്. ഇരുട്ടിലായതുകൊണ്ടാണ് മനുഷ്യനെ പാപം അതുകൊണ്ടാണ് ബൈബിൾ പറയുന്ന മനുഷ്യനെ പാപം നിയന്ത്രിക്കുന്നു. അവന് വെളിച്ചത്തിലേക്ക് വരുവാൻ കഴിയുന്നില്ല. അറിവുമില്ല, ബോധവുമില്ല, പാപത്തിന്റെ നിയന്ത്രണത്തിൽ. മദ്യവും മയക്കുമരുന്നും കുലപാതകവും ആത്മഹത്യവും മനുഷ്യനെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നതിന്റെ പ്രധാന പ്രമേയം എന്നുള്ളത് ഇത് തന്നെയാണ്. മനുഷ്യന്റെ പാപം, മനുഷ്യനെ നിയന്ത്രിക്കുന്ന പാപമുണ്ട്. പാപം മനുഷ്യനെ നിയന്ത്രിച്ചു കൊണ്ടുപോകുന്നത് കൊണ്ട് മനുഷ്യന് സ്വസ്ഥതയില്ല. പ്രിയപ്പെട്ടവരെ, മനുഷ്യന്റെ ആത്യന്തികമായ പ്രശ്നം പാപമാണ്. പാപം മനുഷ്യനെ നിയന്ത്രിക്കുന്നു എന്ന് പറയുമ്പോൾ ഒരു ഉദാഹരണം എന്റെ മനസ്സിലേക്ക് ഓടി വന്നതാണ്. എനിക്കൊരു സുഹൃത്തുണ്ടായിരുന്നു, തന്റെ പേര് ഇല്യാസ് എന്നായിരുന്നു. എന്നറിയുന്ന അടുത്ത സുഹൃത്തായിരുന്നു. താൻ ഒരു ദിവസം തന്റെ ഭാര്യയും 2 മക്കളുമായിട്ട് ഉറങ്ങിക്കിടക്കുമ്പോൾ രാത്രി ഏകദേശം 1-2 മണി സമയം താൻ എഴുന്നേറ്റു. തന്റെ ഭാര്യയുടെ അരികിൽ കിടന്നിരുന്ന ചുരിദാറിന്റെ ഷാൾ എടുത്ത് തന്റെ ഭാര്യയുടെ കഴുത്തിലിട്ട് വരിഞ്ഞു മുറുക്കി ഭാര്യയെ കൊല്ലുകയാണ്. ഭാര്യയെ കൊന്നുകൊണ്ട് പിടഞ്ഞ് ഭാര്യ മരിക്കുമ്പോൾ തന്റെ 2 കൈയും അമർത്തി വെച്ച് കാലുകൊണ്ട് ഒതുക്കി പിടിച്ച് ഷാൾ കൊണ്ട് വലിച്ചു മുറുക്കി കൊല്ലുമ്പോൾ 2 കുഞ്ഞുങ്ങളൊന്നും അറിയാതെ അപ്പുറത്തും കിടന്നുറങ്ങുന്നത്. എന്റെ പ്രിയ സുഹൃത്ത്, ഇതെല്ലാം കഴിഞ്ഞ് രാവിലെ പോലീസ് സ്റ്റേഷനിൽ പോയി കീഴടങ്ങി താൻ ജയിലിൽ പോയി പരോളിന് പുറത്തു വന്നു. ഞാൻ ഈ സുഹൃത്തിനെ കാണാൻ പോയി. ഞാൻ ഈ സുഹൃത്തിനോട് ചോദിച്ചു, എന്തിനാണ് നീ നിന്റെ ഭാര്യയെ കൊന്നത്? അവൻ തല കുമ്പിട്ടിരുന്നിട്ട് എന്നോട് പറഞ്ഞൊരു വാക്കുണ്ട്, പ്രിയപ്പെട്ടവരെ. താൻ ഇങ്ങനെയാണ് പറഞ്ഞത്, എനിക്ക് കൊല്ലണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നില്ല, പക്ഷെ ഞാൻ കൊന്നുപോയെന്നാണ് പറഞ്ഞത്. എനിക്ക് കൊല്ലണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നില്ല, ഞാൻ കൊന്നുപോയി. പ്രിയപ്പെട്ടവരെ, അതാണ് പാപം. നമുക്ക് ആഗ്രഹമില്ല. അവൻ എന്നോട് പറഞ്ഞത്, ഞാൻ വരിഞ്ഞു മുറുക്കുമ്പോഴും വേണ്ട എന്ന് ആഗ്രഹിക്കുന്നുണ്ട് ബിജു, പക്ഷെ ഒരു ശക്തി എന്നെ കൊണ്ട് ചെയ്യിക്കുന്നു. കള്ളല്ല, കഞ്ചാവല്ല. പ്രിയപ്പെട്ടവരെ, അതാണ് പാപം. നാം കൊലപാതകം ചെയ്തില്ലെങ്കിലും, വ്യഭിചാരം ചെയ്തില്ലെങ്കിലും, നാം മോഷ്ടിച്ചില്ലെങ്കിലും, പിടിച്ചു പറിച്ചില്ലെങ്കിലും, അമ്മയെയും അപ്പനെയും നോക്കി നല്ല നിലവാരത്തിൽ നീതിയോടെ നാട്ടിൽ ജീവിക്കുകയാണെങ്കിലും, പ്രിയപ്പെട്ടവരെ, ബൈബിൾ വിളിക്കുന്നത് നീ 3 നേരം പള്ളിയിൽ പോകുന്നവരായാലും 4 നേരം നീ പോയി പ്രാർത്ഥിക്കുന്നവരായാലും
നീ മുടക്കമില്ലാതെ നോമ്പുകളും വഴിപാടുകളും നേർച്ചകളും അർപ്പണങ്ങളും എല്ലാം ചെയ്യുന്നവരായാലും ബൈബിൾ പറയുന്നത് നീ പാപി എന്നാണ്. പാപം നിന്നെ നിയന്ത്രിക്കുന്നു. മനുഷ്യനെ നിയന്ത്രിക്കുന്നത് പാപമാണ്. എത്ര നല്ല കാറുണ്ടായാലും, എത്ര നല്ല വീടുണ്ടായാലും, എന്തുമാത്രം വിദ്യാഭ്യാസം നിന്റെ തലയിൽ കുമിഞ്ഞുകൂടിയാലും, നിന്റെ പേരിന് മുമ്പിൽ അക്ഷരങ്ങളുടെ A മുതൽ Z വരെ അക്ഷരങ്ങളുടെ ഡിഗ്രികൾ നിനക്കുണ്ടായാലും, ആകത്തുക ബൈബിൾ എന്ന കണ്ണാടിയിലൂടെ നിന്നെ നോക്കുമ്പോ ഹേ മനുഷ്യ, നിന്നെ വിളിക്കുന്നത് പാപി എന്നാണ് ബൈബിൾ. നീ പാപത്തിൽ ജീവിക്കുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ പാപിയായ മനുഷ്യൻ മരണത്താൽ മാറ്റപ്പെടുന്നത് നിത്യമായ നരകത്തിലേക്കാണ്. അതാണ് ബൈബിൾ വളരെ വ്യക്തമായിട്ട് പ്രതിപാദിച്ചിരിക്കുന്നത്. ഇവിടെ കഥാവായ യേശുക്രിസ്തു പറഞ്ഞു, ന്യായവിധി എന്നതോ വെളിച്ചം ലോകത്തിൽ വന്നിട്ട് മനുഷ്യരുടെ പ്രവൃത്തി ദോഷമുള്ളതാകിയാൽ അവർ വെളിച്ചത്തെക്കാൾ ഇരുളിനെ സ്നേഹിച്ചത് തന്നെ. ഇരുളിനെ സ്നേഹിച്ചത് കൊണ്ട് വരാൻ പോകുന്ന ഒരു ഭയാനക ന്യായവിധി ഉണ്ട്. ഞാൻ പിന്നീട് വിശദീകരിക്കാം അവസാനം. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ടാണ് ബൈബിൾ ഇങ്ങനെ പറയുന്നത്. പ്രായലേഖനം 9:27 നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും ദൈവം മനുഷ്യർക്ക് നിയമിച്ചിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, മരണം എന്നുള്ള യാഥാർത്ഥ്യം എല്ലാവർക്കും ഉള്ളതാണ്, നമുക്കറിയാം. പക്ഷെ ബൈബിൾ പറയുന്ന മരണത്തിന് കാരണം ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിലേക്ക് കടന്നു. പാപത്തിന്റെ ശമ്പളം മരണമത്രേ. മനുഷ്യൻ മരിക്കുവാനായിട്ടുള്ള കാരണം പാപമാണ്. ഈ പാപിയായ മനുഷ്യൻ മരിച്ചാൽ അവനൊരു ന്യായവിധിയുണ്ട്. അവൻ നിത്യമായ നരകം. അതാണ് പ്രധാന വിഷയം. നിത്യമായ നരകം എന്ന് പറയുന്നതാണ് ഇരുട്ട്. ഒരിക്കലും മടങ്ങി വരുവാൻ കഴിയാത്ത നിത്യമായ മരണം, രണ്ടാം മരണം. ഒരിക്കലും പിന്നെ മടങ്ങി വരാൻ കഴിയാത്ത നിത്യമായ നരകത്തിലേക്ക് ഈ മനുഷ്യനായി പിറന്ന് പേരുകൾ കൊണ്ട് രാഷ്ട്രീയവും മതവും ജാതിയും ഒക്കെ പേര് കുത്തി തന്നിരിക്കുന്ന, ഹിന്ദുവും ക്രിസ്ത്യാനിയും ഇസ്ലാം എന്നെല്ലാം പേര് കുത്തി തന്നിരിക്കുന്ന നാം മരിച്ചു കഴിയുമ്പോൾ, നമ്മുടെ പെട്ടിയിലാക്കി നമ്മളെ പൊതിഞ്ഞു കെട്ടി പട്ടടയിൽ വെച്ച് കത്തിച്ചു കഴിയുമ്പോൾ, നമ്മുടെ കല്ലറയിൽ വെച്ച് സ്ലാവ് മൂടി കഴിയുമ്പോൾ, നമ്മുടെ നദിയിൽ ഒഴുക്കി കഴിയുമ്പോൾ, പ്രിയപ്പെട്ടവരെ, മതം പിൻവാങ്ങും, ജാതി പിൻവാങ്ങും, പേരുകൾ പിൻവാങ്ങും. നിനക്കൊരു പേരുണ്ട്, മനുഷ്യൻ. മനുഷ്യൻ ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധി. പാപിയായിട്ടാണ് നീ ഭൂമിയിൽ മരിക്കുന്നതെങ്കിൽ മനുഷ്യൻ നിത്യമായ നരകത്തിലേക്ക് പോകും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ല എന്ന് ബൈബിൾ വളരെ വ്യക്തമായിട്ട് ചൂണ്ടിക്കാണിക്കുന്നു. അതുകൊണ്ട് ഈ ഇരുളിലിരിക്കുന്ന മനുഷ്യന്റെ ഹൃദയത്തെ പ്രകാശിപ്പിക്കണം. ഞങ്ങളിത് പറയുന്നതിന് മുമ്പ് മനുഷ്യൻ എന്തോ കേട് സംഭവിച്ചിട്ടുണ്ട് എന്ന് ലോകത്തിലെ ചരിത്രകാരന്മാർക്ക്, ശാസ്ത്രജ്ഞന്മാർക്ക്, സാഹിത്യകാരന്മാർക്ക്, ഇവിടുത്തെ മതപണ്ഡിതന്മാർക്ക്, പുരോഹിത വരേണ്യ വർഗങ്ങൾക്ക് എല്ലാവർക്കും ഒരുപോലെ മനസ്സിലായിട്ടുണ്ട്. ഈ മനുഷ്യൻ എന്തോ മാരകമായി സംഭവിച്ചിട്ടുണ്ട്. അവന് ഹൃദയത്തിന് എന്തോ സംഭവിച്ചിട്ടുണ്ട്. അവനെ മാറ്റിയെടുക്കുവാൻ വേണ്ടി മുഴത്തിന് പള്ളികളുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇവിടുത്തെ കൗൺസിലിംഗ് സെന്ററുകളുണ്ട്. ഇവിടെ നമുക്കറിയാം, നിയമമുണ്ട്, നിയമപാലകരുണ്ട്. മനുഷ്യനെ നന്നാക്കിയെടുക്കുവാനാണ് ഇവിടെ മാറി മാറി വരുന്ന ഭരണകൂടങ്ങൾ വാഗ്ദാനങ്ങൾ ചെയ്യുന്നത്. കുറെ പണം തന്നാൽ നന്നാവുമെന്ന് കരുതി മനുഷ്യന് ആവോളം പണം കൊടുക്കുന്ന ഗവൺമെന്റുകൾ ഉണ്ടായിരിക്കാം. അതുപോലെ തന്നെ മനുഷ്യന് ഭക്ഷണം കൊടുക്കുന്ന, ഭക്ഷണത്തിന് വേണ്ടി കൊടുക്കുന്ന ഗവൺമെന്റ് ഉണ്ടായിരിക്കാം. പ്രിയപ്പെട്ടവരെ, അങ്ങനെ മാറി മാറി മതങ്ങളും രാഷ്ട്രീയക്കാരും ലോകത്തിലുള്ള എല്ലാവരും മനുഷ്യന്റെ ഹൃദയത്തെ പ്രകാശിപ്പിക്കുവാൻ, മനുഷ്യനെ നന്നാക്കുവാനായിട്ട് ശ്രമിച്ചുകൊണ്ടേയിരുന്നു. ലോകത്തിൽ എല്ലാവരും ശ്രമിച്ചിട്ടും മനുഷ്യൻ പരാജയപ്പെട്ടുകൊണ്ടേയിരുന്നു. അങ്ങനെ പരാജയപ്പെട്ടുകൊണ്ടിരുന്ന മനുഷ്യന്റെ മുമ്പിലേക്കാണ് എത്രയോ പള്ളികളുണ്ടായിരുന്നു, എത്രയോ അമ്പലങ്ങളുണ്ടായിരുന്നു, എത്രയോ മോസ്കുകളുണ്ട്, പ്രിയപ്പെട്ടവരെ, എത്രയോ കൗൺസിലിംഗ് സെന്ററുകളുണ്ട്. എന്നിട്ടും നമ്മുടെ വിയൂര് സെൻട്രൽ ജയില് പുതുക്കി പണിതുകൊണ്ടിരിക്കുന്നു. പുതിയ ജയിലുകൾ പണിയുന്നു. പ്രിയപ്പെട്ടവരെ, ഓരോ ദിവസം പത്രത്തിൽ എത്ര പേരാണ് അറസ്റ്റ് ചെയ്യപ്പെടുന്നത്, എവിടെയെല്ലാമാണ് കൊലപാതകം നടക്കുന്നത്, എവിടെയെല്ലാമാണ് പീഡനം നടക്കുന്നത്, എവിടെയെല്ലാമാണ് മോഷണം നടക്കുന്നത്, എന്താണ് നമ്മുടെ രാജ്യത്ത് നടക്കുന്നത്. ഇതെല്ലാം ഇവിടെ ഉണ്ടായിട്ടും മഹാനവരാശിയുടെ ഹൃദയത്തെ പ്രകാശിപ്പിക്കുവാൻ, മനുഷ്യന് വെളിച്ചം കൊടുക്കുവാൻ, ആ ഹൃദയത്തെ ഒന്ന് മാറ്റിമറിക്കുവാൻ ലോകത്തിലെ ഈ പ്രസ്ഥാനങ്ങൾക്കൊന്നും കഴിഞ്ഞിട്ടില്ല. ആഗോളം വരാൻ പോകുന്ന ഇലക്ഷന് മുമ്പ് പ്രസംഗിക്കപ്പെടുന്ന രാഷ്ട്രീയ നേതാക്കന്മാരുണ്ട്, രാഷ്ട്രീയക്കാരുണ്ട്. നല്ലതാണ്. രാഷ്ട്രീയം നമ്മുടെ രാജ്യത്തിന് ആവശ്യമാണ്. രാഷ്ട്രം നമുക്ക് ആവശ്യമാണ്. പ്രിയപ്പെട്ടവരെ, ഭരണം നമുക്ക് ആവശ്യമാണ്. ഇലക്ഷൻ നമുക്ക് ആവശ്യമാണ്. പക്ഷെ ഈ പ്രശ്നങ്ങൾക്ക് ഇതുകൊണ്ടൊന്നും, ഇവിടുത്തെ പ്രസംഗങ്ങൾ കൊണ്ടൊന്നും മനുഷ്യന്റെ ഹൃദയം നന്നാകുകയില്ല. ഒരുപക്ഷെ പഞ്ചായത്ത് നന്നായിരിക്കാം, നിങ്ങളുടെ റോഡ് നന്നായെന്നിരിക്കാം, നിങ്ങളുടെ കൃഷി ആവശ്യങ്ങൾ ശരിക്കും നന്നാക്കി തന്നിരിക്കാം, പല കാര്യങ്ങൾ ചെയ്തു തന്നിരിക്കാം. പക്ഷേ മനുഷ്യന്റെ ഹൃദയത്തെ നന്നാക്കുവാൻ ലോകത്തിലെ ഒരു മത നേതാക്കന്മാർക്കും രാഷ്ട്രീയ മീമാംസകൾക്കും ലോകത്തിലുള്ള അധികാരികന്മാരായ ദാർശനികന്മാർക്കും ആർക്കും കഴിഞ്ഞിട്ടില്ല, പ്രിയപ്പെട്ടവരെ. അതുകൊണ്ടാണ് ബൈബിൾ പറയുന്നത്, അങ്ങനെ മനുഷ്യന്റെ ഹൃദയത്തെ നന്നാക്കുവാൻ, മനുഷ്യന്റെ ഹൃദയത്തെ പ്രകാശിപ്പിക്കുവാൻ കഴിയുന്ന ഒരേ ഒരു
കുറിച്ചാണ് ബൈബിൾ പ്രതിപാദിക്കുന്നത്. ഏതാണ് ആ വെളിച്ചമെന്ന് ചോദിച്ചാൽ നാം ഇവിടെ വായിക്കുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 1 മുതൽ നാം വായിച്ചു വരുമ്പോൾ അവിടെ ഇങ്ങനെയാണ്: ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, അവനാദിയിൽ ദൈവത്തോടു കൂടിയായിരുന്നു. അവിടെ പിന്നെ പറഞ്ഞു പോകുമ്പോൾ സകലവും അവൻ മുഖാന്തരം ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല. അവനിൽ ജീവൻ ഉണ്ടായിരുന്നു, ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. ഈ വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, ഇരുളോ വെളിച്ചത്തെ പിടിച്ചടക്കുന്നില്ല. നിങ്ങൾ നോക്കുക, ഇരുളോ വെളിച്ചത്തെ പിടിച്ചടക്കുകയില്ല. വെളിച്ചത്തെ പിടിച്ചടക്കുവാൻ കഴിയാത്ത, ഇരുളിന് പിടിച്ചടക്കുവാൻ കഴിയാത്ത ഒരു വെളിച്ചത്തെ കുറിച്ചാണ് യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 1 മുതൽ 5 വരെ പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ആ വെളിച്ചം ഏതാണ്? ഇരുളിന് പിടിച്ചടക്കാൻ കഴിയാത്ത, പാപം ഗ്രസിക്കാത്ത, പാപം തീണ്ടാത്ത, പാപത്തിന് കീഴ്പ്പെടുത്തുവാൻ കഴിയാത്ത ഒരു വെളിച്ചത്തെ കുറിച്ച് യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം പറയുകയാണ്. ഏതാണ് ആ വെളിച്ചം? ആ വെളിച്ചത്തെ കുറിച്ച് നാം പരിശോധിച്ചാൽ ഇരുളിന് പിടിച്ചടക്കാൻ കഴിയാത്ത മഹാവെളിച്ചം. ആ വെളിച്ചം ഏതാണ്? ആ വെളിച്ചത്തെ കുറിച്ച് ബൈബിൾ ഏറെ പ്രതിപാദിച്ചിട്ടുണ്ട്. ഞാൻ വിശദീകരിക്കുന്നില്ല. നാം ആ വെളിച്ചത്തെ കുറിച്ച് പഴയ നിയമത്തിൽ നോക്കിയാൽ സംഖ്യാപുസ്തകത്തിന്റെ 24-ാം അധ്യായം 7-ാം വാക്യവും വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായത്തിന്റെ 16-ാം വാക്യവും നിങ്ങൾ വായിച്ചാൽ മതി. അവിടെ ഇങ്ങനെയാണ് വിശദീകരിച്ചിരിക്കുന്നത്: യഹൂദയിൽ ഒരു ഉദയ നക്ഷത്രം. വെളിപ്പാട് പുസ്തകത്തിൽ 21-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത് ശുഭ്രമായ ഉദയ നക്ഷത്രം. ഈ നക്ഷത്രം ഏതാണ്? അഖിലമാനവരാശിയും പാപത്തിന്റെ അന്ധകാരത്തിൽ കിടക്കുമ്പോൾ ഉദിച്ചുയർന്ന ഒരു ഉദയ നക്ഷത്രമുണ്ട്. അതാണ് ഇരുളിന് പിടിച്ചടക്കുവാൻ കഴിയാത്ത വെളിച്ചം. അതേതാണ്? ആ വെളിച്ചത്തെ കുറിച്ച് വീണ്ടും പറഞ്ഞ് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 9-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം: ഇരുളിലിരുന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു. ആ വെളിച്ചം ഏതാണ് പ്രിയപ്പെട്ടവരെ? അതാണ് 7-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്. കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും. ആ മകൻ ഏതാണ്? അതാണ് വാഴ്ത്തപ്പെട്ടവനായ കർത്താവായ യേശുക്രിസ്തു. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 5-ാം വാക്യത്തിൽ ഇരുളിന് പിടിച്ചു വെക്കുവാൻ കഴിയാത്ത വെളിച്ചം എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം ഇരുൾ കീഴടക്കിയിരിക്കുകയാണ്. എപ്പോഴാണ് ഇരുൾ നമ്മെ കീഴടക്കിയത്? ഒരമ്മയുടെ ഉദരത്തിൽ ഒരു കുഞ്ഞ് ഉരുവാകുമ്പോൾ, ഇവിടെ ഡോക്ടർമാരൊക്കെ ഉണ്ടല്ലോ, അതിന്റെ ഹാർട്ട് ബീറ്റ്സ് ആരംഭിക്കുന്നത് എപ്പോഴാണെന്ന് വൈദ്യശാസ്ത്രത്തിന് കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. ആ ഹാർട്ട് ബീറ്റ്സ് ആരംഭിക്കുന്ന സമയത്ത് അവനെ പിടിച്ചടക്കുന്നതാണ് ഇരുൾ, അർത്ഥാൽ പാപവും മരണമെന്ന യജമാനൻ ഈ കുഞ്ഞിനെ പിടിച്ചടക്കുന്നു. അങ്ങനെ പാപത്തിനും മരണത്തിനും ഈ കുഞ്ഞ് അടിമയാകുന്നു, ഇരുട്ടിലേക്ക് മാറ്റപ്പെടുന്നു, പാപിയായി ജനിക്കുന്നു. എന്നാൽ ജനനത്തിൽ ഇരുളിനെ പിടിച്ചടക്കാൻ കഴിയാത്ത ഒരു പ്രകാശമായിരുന്നു വാഴ്ത്തപ്പെട്ടവനായ കർത്താവായ യേശുക്രിസ്തു. യേശുക്രിസ്തു പാപരഹിതനായി ജനിച്ചത്. അതാണ് മറിയോട് പറഞ്ഞത്. മറിയ ചോദിച്ചു, ഞാൻ പുരുഷനെ അറിയായികയാൽ ഇതെങ്ങനെ സംഭവിക്കും? ദൂതൻ മറിയോട്, ഭയപ്പെടേണ്ട, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നേരിടും. ആകയാൽ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. പ്രിയപ്പെട്ടവരെ, ലോക ചരിത്രത്തിൽ പാപം തീണ്ടാതെ അമ്മയുടെ ഉദരത്തിൽ ഉരുവായിട്ടുള്ള ഒരേ ഒരു വ്യക്തിയേ ഉള്ളൂ. അവനാണ് വാഴ്ത്തപ്പെട്ടവനായ കർത്താവായ യേശുക്രിസ്തു. ആ യേശുക്രിസ്തുവിന്റെ മറിയയുടെ പ്രസവം സാധാരണ സ്ത്രീകളെ പോലെ തന്നെയായിരുന്നു. ഒരു വ്യത്യാസം ഉണ്ടായിരുന്നില്ല. എന്റെ അമ്മ എന്നെ പ്രസവിച്ചതുപോലെ തന്നെയായിരുന്നു മറിയ യേശുക്രിസ്തുവിനെ പ്രസവിച്ചത്. പക്ഷേ മനുഷ്യൊരു കാര്യമുണ്ട്, യേശുക്രിസ്തുവിനെ ഗർഭധാരണമാണ് വ്യത്യാസം. ശാസ്ത്രത്തിനും ചരിത്രത്തിനും പണ്ഡിതവരണ്യന്മാർക്കും ലോകത്തിനെ ആർക്കും മനസ്സിലാകാത്ത, പണ്ഡിതന്മാർക്കും മനസ്സിലാകാത്ത ദൈവം വെളിപ്പെടുത്തിയിരിക്കുന്ന യേശുക്രിസ്തുവിന്റെ ജനനം മറിയയുടെ ഉദരത്തിൽ, ഗർഭപാത്രത്തിൽ യേശുക്രിസ്തു ഉരുവായി തീർന്നതാണ് ലോകത്തിലെ 1-ാമത്തെ അത്ഭുതം. അതാണ് ഏറ്റവും വലിയ അത്ഭുതം. അതെങ്ങനെയാണെന്ന് ലോകത്തിന് കണ്ടുപിടിക്കുവാൻ കഴിയില്ല. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് പാപം തീണ്ടാതെ പരിശുദ്ധാത്മാവിനാൽ ജനിച്ച കർത്താവായ യേശുക്രിസ്തു. അതുകൊണ്ടാണ് ഈ കർത്താവായ യേശുക്രിസ്തുവിനെ എടുത്തുകൊണ്ട് ശിമയോൻ ദേവാലയത്തിൽ വെച്ച് പറഞ്ഞത്, നീ സകല ജാതികളുടെ മുമ്പിൽ ഒരുക്കിയിരിക്കുന്ന രക്ഷ, സകലർക്കുമുള്ള നിന്റെ പ്രകാശം ഇതാ ഞാൻ കണ്ടിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. ലോക ജനത്തിനുള്ള പ്രകാശം. അതുകൊണ്ടാണ് കർത്താവായ യേശുക്രിസ്തു ഓടിച്ച് പറഞ്ഞു പോട്ടെ ഇങ്ങനെ പറഞ്ഞത്. യോഹന്നാന്റെ സുവിശേഷം 8:12 അവിടെ പറഞ്ഞു, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാണ്, എന്നെ അനുഗമിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ ജീവന്റെ വെളിച്ചമുള്ളവനാകും. അങ്ങനെ ലോകത്തിൽ ഇരുളിന് കീഴടക്കാൻ കഴിയാത്ത, അർത്ഥാൽ പാപത്തിന് കീഴടക്കാൻ കഴിയാത്ത, പാപമില്ലാതെ പാപരഹിതനായി ജനിച്ച ഒരേ ഒരു വ്യക്തി, അവനാണ് ലോകത്തിന്റെ പ്രകാശമായ ഉദയ നക്ഷത്രമായ കർത്താവായ യേശുക്രിസ്തു. യേശുക്രിസ്തു ജനിച്ചു. യേശുക്രിസ്തുവിന്റെ ജീവിതം പാപരഹിതമായിരുന്നു. വിശദീകരിക്കുന്നില്ല. പാപരഹിതനായി ജീവിച്ച കർത്താവായ
യേശുക്രിസ്തു പാപത്തിനെതിരെ ശബ്ദിക്കുകയുണ്ടായി. യേശുക്രിസ്തു യോഗനാനിക്ക് ശേഷം 8-ാം അധ്യായത്തിൽ ചോദിച്ചു, നിങ്ങളിൽ ആരെന്നെ പാപത്തെ കുറിച്ച് ബോധം വരുത്തും? നിങ്ങളിൽ ആർക്കെങ്കിലും എന്നെ പാപത്തെ കുറിച്ച് ബോധം വരുത്തുവാൻ കഴിയുമോ? നമുക്കെല്ലാം പാപം അങ്കുരിക്കുന്നത്, നാം പാപപങ്കിലമായ ഈ ശരീരത്തിൽ ജീവിക്കുവാൻ കാരണം പാപം അങ്കുരിക്കുന്നത് അന്തർഭാഗത്തു നിന്നാണ്. നമ്മുടെ അഹം പാപമാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ള്, നാം പാപത്തിൽ ജനിച്ചു. യേശുക്രിസ്തു പാപത്തിൽ ജനിക്കാത്തത് കൊണ്ട് അഹം ശുദ്ധമാണ്. അതുകൊണ്ട് യേശുക്രിസ്തുവിനെ പുറത്തു നിന്ന് പാപത്തിന് സ്വാധീനിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് യേശുക്രിസ്തു പറഞ്ഞത്, നിങ്ങൾ ആരും പാപത്തെ കുറിച്ച് ബോധം വരുത്തും. അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് തന്നെ പരീക്ഷിക്കുവാനായിട്ട് സാത്താൻ വന്നത്. അതെല്ലാം നോക്കേണ്ടതാണ് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് യേശുക്രിസ്തു പാപമില്ലാത്തവനായി ജീവിച്ചു. അങ്ങനെ പാപമില്ലാത്തവനായി ജീവിച്ച യേശുക്രിസ്തുവിനെ നോക്കിക്കൊണ്ടാണ് സ്നാപകയോഗം ഞാൻ പറഞ്ഞത്. ഈ വെളിച്ചത്തെ നോക്കിക്കൊണ്ട്, ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. പ്രിയപ്പെട്ടവരെ, ലോകത്തിന്റെ ഇരുൾ ചുമന്ന, ഇരുളിൽ ജനിക്കാത്ത, പാപത്തിൽ ജനിക്കാത്ത പരിപാവനായ കർത്താവായ യേശുക്രിസ്തു ലോകത്തിന്റെ പാപത്തെ ചുമക്കുകയുണ്ടായി. അങ്ങനെ ലോകത്തിന്റെ പാപത്തെ ചുമന്നുകൊണ്ടുവന്ന കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 53-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം, നാം എല്ലാവരും ആടുകളെ പോലെ തെറ്റിപ്പോയിരുന്നു, നാം ഓരോരുത്തരും താൻ്റെ വഴിക്ക് തിരിഞ്ഞിരുന്നു, എന്നാൽ യഹോവ നമ്മുടെ എല്ലാവരുടെയും അകൃത്യം അവന്റെ മേൽ ചുമത്തി. പ്രിയപ്പെട്ടവരെ, ഹൈലാൻഡിൽ ഞങ്ങളുടെ വാക്കുകളെ കേൾക്കുന്നവരുടെ, ഈ ലോകത്തിലുള്ള അഖില മാനവരാശിയുടെയും ഇവിടെയുള്ള ജാതി മത വർണ്ണവർഗ വ്യത്യാസം എല്ലാവരുടെയും പാപം യേശുക്രിസ്തുവിന്റെ മേൽ ചുമത്തപ്പെടുകയുണ്ടായി. അതുകൊണ്ടാണ് യേശുക്രിസ്തു എന്ന മഹാവെളിച്ചത്തെ യഹൂദന്മാർ പിടികൂടിയത്, റോമാക്കാർ വിധിച്ചത്. അതുകൊണ്ടാണ് റോമൻ കത്തളത്തിലേക്ക് യേശുക്രിസ്തു ആ രാത്രിയിൽ ഇനി വരാൻ പോകുന്ന അടുത്ത വ്യാഴാഴ്ച ലോകം മുഴുവൻ പെസഹ വ്യാഴാഴ്ച ആചരിക്കപ്പെടുന്ന ഈ പെസഹ വ്യാഴാഴ്ചയുടെ അന്ത്യപെസഹ കഴിഞ്ഞതിന് ശേഷം കർത്താവായ യേശുക്രിസ്തു ഗെത്സമന തോട്ടത്തിലേക്ക് നടന്നു പോവുകയുണ്ടായി. ഗെത്സമന തോട്ടത്തിലെ നിശബ്ദതയെ ഭേദിച്ചുകൊണ്ട് രാത്രിയിൽ റോമൻ പട്ടാളക്കാരുടെയും യഹൂദ മതസേവകരുടെയും ലെതർ ചെരുപ്പിന്റെ ശബ്ദം പ്രതിധ്വനിച്ചുകൊണ്ട് ആ നിശബ്ദതയെ വകഞ്ഞു മാറ്റിക്കൊണ്ട്, തീവെട്ടി പന്തങ്ങളുടെ ശബ്ദവും വകഞ്ഞു മാറ്റിക്കൊണ്ട് അടുത്തു വരുന്ന പട്ടാള വ്യൂഹം അവർ കർത്താവിനെ പിടിക്കുകയുണ്ടായി. ലോകത്തിന്റെ വെളിച്ചത്തെ ഏത് ഇരുട്ടിലും കണ്ടുപിടിച്ച റോമൻ ഗവൺമെന്റിന്റെ പടയാളികൾ, യഹൂദ മതസേവകർ യേശുക്രിസ്തുവിനെ പിടിച്ച് ചങ്ങല വെച്ച് കൊണ്ടുപോവുകയുണ്ടായി. ഒരു രാത്രി മുഴുവൻ ഈ പാപം ചുമത്തപ്പെട്ട യേശുക്രിസ്തു, ഈ അന്ധകാരം ചുമത്തപ്പെട്ട യേശുക്രിസ്തു അവരുടെ പരിഹാസവും നിന്നയുമേറ്റ് നിന്നതിന് ശേഷം പിറ്റേ ദിവസം ഞാൻ ഓടിച്ചു പറഞ്ഞു പോട്ടെ പ്രിയപ്പെട്ടവരെ, വിസ്താരം കഴിഞ്ഞ റോമൻ പെക്യൂട്ടറായിരുന്ന പെന്തിയോസ് പീലാത്തോസിന്റെ റോമൻ കൽത്തളത്തിലേക്ക് കുറ്റവാളികളെ വിധിക്കുന്ന കൽത്തളത്തിലേക്ക് യേശുക്രിസ്തുവിനെ കയറ്റി നിർത്തുകയുണ്ടായി. രക്തത്തിന്റെ ഗന്ധം പരക്കുന്ന, മരണം തേരോട്ടം നടത്തുന്ന, മനുഷ്യൻ ഭയപ്പെടുന്ന ആ റോമൻ കൊളോസിയം, അതിനകത്തെ ആ കൽത്തളത്തിലേക്ക് യേശുക്രിസ്തുവിനെ കയറ്റി നിർത്തിയിട്ട് ഈ ലോകത്തിന്റെ പാപം ചുമത്തപ്പെട്ട യേശുക്രിസ്തുവിന്റെ 2 കൈകളും ചേർത്ത് ഒരു 6 അടി നീളം വരുന്ന കൽത്തൂണിലേക്ക് ചേർത്ത് ബന്ധിക്കുകയുണ്ടായി. ചേർത്ത് ബന്ധിച്ചത് എന്തിനാണെന്ന് ചോദിച്ചാൽ, ചൂണ്ടക്കൊളുത്തുകൾ, മസ്തി കഷ്ണങ്ങളും ഈയക്കട്ടകളും ചേർത്ത് വളഞ്ഞ റോമൻ ചാട്ടവാർ, ആ ചാട്ടവാർ കൊണ്ട് അടിക്കുമ്പോൾ വയറ് പിളർന്ന് കുടല് പുറത്തു വരാതിരിക്കാൻ യേശുക്രിസ്തുവിനെ ചേർത്ത് ബന്ധിക്കുകയുണ്ടായി. ചേർത്ത് ബന്ധിച്ചതിന് ശേഷം യഹൂദന്മാരുടെ കണക്ക് തെറ്റിച്ച് പരിഹാസപ്രകാരം യേശുക്രിസ്തുവിനെ അടിക്കുവാൻ ഏൽപ്പിച്ചു. പ്രിയപ്പെട്ടവരെ, ഓരോ അടിയടിച്ച് വലിക്കുമ്പോഴും ബൈബിൾ ഇങ്ങനെ പറയുന്നു, അവന്റെ മുതുക് മുഴുവജാലി പോലെ നീളത്തിൽ കയറി. ഹൈലാൻഡ് ഞങ്ങളെ കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ, നിങ്ങളുടെ പാപത്തിന്റെ പരിഹാരം സ്വർഗത്തിലെ ദൈവം അഖില മനുഷ്യന്റെയും പാപത്തിന്റെ പരിഹാരം യേശുക്രിസ്തുവിന്റെ മേൽ ചുമത്തിയപ്പോൾ ഓരോ അടിയേറ്റ് ചാട്ടവാറ് വലിച്ചെടുക്കുമ്പോഴും ചിതറിത്തെറിച്ച ചോരയും മാംസ കഷ്ണങ്ങളും ഉണ്ട്. യേശുക്രിസ്തുവിന്റെ മനുഷ്യന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി അടിയേൽക്കുന്ന ദൈവപുത്രം അടിയേറ്റ് അവശനായ യേശുക്രിസ്തുവിനെ കെട്ടടിച്ചു വിട്ടപ്പോൾ വലിയ തകരത്താൾ പോലെ അവൻ താഴെ വീഴുകയുണ്ടായി. ആ വീണ കർത്താവായ യേശുക്രിസ്തുവിന്റെ തലയിലേക്ക് ഇസ്രായേലിന്റെ മരിക്കാടുകളിൽ നിന്ന് പറിച്ചെടുത്ത ആ ഏകദേശം 6 ഇഞ്ച് നീളം വരുന്ന മുള്ളുകൾ മടഞ്ഞ ഒരു മുൾക്കിരീടം വെച്ച് അവന്റെ തലയിൽ വെച്ച് ചേവകർ
യഹോവയുടെ 6 അടി നീളം വരുന്ന കോല് കൊണ്ട് ആഞ്ഞടിച്ചപ്പോൾ തോടും പിളർന്ന മുള്ളുകൾ ആഞ്ഞുവദിച്ചപ്പോൾ ചീറ്റിച്ചെറിച്ച ചുവന്ന ചോരയുണ്ടല്ലോ, ആ പുറത്തു വന്ന ചോരയുണ്ടല്ലോ, ആ ചോരയാണ് പാപത്തിന് പരിഹാരം. ലോകത്തിലെ ഒരു പുണ്യ സ്ഥലങ്ങളോ പുണ്യ നദികളോ വഴിപാടുകളോ നേർച്ചകളോ പരിശുദ്ധന്മാരോ വിശുദ്ധന്മാർക്കോ നൽകാൻ കഴിയാത്ത മാനവരാശിയുടെ പാപത്തിന്റെ പരിഹാരാർത്ഥം യേശുക്രിസ്തുവിന്റെ ചുവന്ന ചോര അവിടെ ചീറ്റിത്തെറിക്കുകയുണ്ടായി. ഇരുന്നില്ല പ്രിയപ്പെട്ടവരെ, അവനെ അവിടെ എടുത്തുയർത്തിയതിനു ശേഷം തെരുവീതികളിൽ നെരുക്കാടുകളിൽ നിന്ന് വെട്ടിയെടുത്ത തടി ആപ്പ് വെച്ച് കീറി ക്രോസാക്കി കെട്ടി യേശുക്രിസ്തുവിന്റെ ചുമലിൽ വെച്ചു കൊടുത്തു. അടിമുടി ആപാതചൂടം അടിയേറ്റ് നിൽക്കുന്ന യേശുക്രിസ്തുവിന്റെ ചുമലിൽ കുരിശ് വെച്ചപ്പോൾ, ആ തടിക്കഷണം വെച്ചപ്പോൾ ആപാതചൂടം വേദനയാൽ യേശുക്രിസ്തു നിലവിളിക്കുകയുണ്ടായി. പാപത്തിന്റെ പരിഹാരാർത്ഥം ഈ ക്രൂശിൽ ചുമന്ന യേശുക്രിസ്തു കാൽവരി മലമുകളിലേക്ക് നടന്നു പോവുകയുണ്ടായി. ആ മലമുകളിൽ ചെന്ന് കർത്താവായ യേശുക്രിസ്തു തന്റെ കൈകാലുകൾ ആ ക്രൂശിന്മേൽ വിരിച്ചു കൊടുക്കുകയുണ്ടായി. തങ്കപ്പാണികളിലേക്ക് പ്രിയപ്പെട്ടവരെ, ആ കാലുകളിലേക്ക് ഏകദേശം 1 അടി നീളം വരുന്ന കമ്പി കഷണം അടിച്ച് പരത്തി ചടയാക്കിയ ആണി രൂപത്തിലാക്കി വെച്ചത് കിരാതന്മാരായ റോമൻ പട്ടാളക്കാർ അവന്റെ കൈകളിലേക്ക് വെച്ചപ്പോൾ, ആഞ്ഞടിച്ചപ്പോൾ ചീറ്റിത്തെറിച്ച രക്തമുണ്ടല്ലോ പ്രിയപ്പെട്ടവരെ, ആ രക്തമാണ് ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന, മനുഷ്യന് പാപമോചനം നൽകുന്ന പുണ്യാഹ രക്തം, ശുദ്ധീകരണത്തിന്റെ രക്തം. അതാണ് യേശുക്രിസ്തുവിന്റെ രക്തം. കൈകാലുകൾ ചേർത്ത് വെച്ച് ആഞ്ഞടിക്കപ്പെട്ട യേശുക്രിസ്തുവിന്റെ ക്രൂശ് പാറയിൽ വെട്ടിയ കുഴിയിലേക്ക് എടുത്തിട്ടപ്പോൾ കൈകാലുകൾ ബന്ധം വിട്ടുകൊണ്ട് യേശുക്രിസ്തു നിലവിളിക്കുകയുണ്ടായി, എന്റെ ദൈവമേ, എന്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടത് എന്തെന്ന്. ഞാൻ പറയട്ടെ പ്രിയപ്പെട്ടവരെ, സ്വർഗത്തിലെ ദൈവം തന്റെ പുത്രനെ കൈവിട്ടുകൊണ്ട് ഹൈലാൻഡിന്റെ നേരെ, കേരളത്തിന്റെ നേരെ, ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളുടെ നേരെ ദൈവം തന്റെ കൈ നീട്ടുകയായിരുന്നു. എന്തിനു വേണ്ടി? സ്വന്തം പുത്രനെ തള്ളിക്കളഞ്ഞുകൊണ്ട്, പാപിയെ സ്നേഹിച്ചുകൊണ്ട് ദൈവത്തിന്റെ രക്ഷയുടെ വലതുകരം ലോകത്തിന് നേരെ നീട്ടി. അങ്ങനെ സ്വന്തം പുത്രനെ ആ ദൈവം കാൽവരി ക്രൂശിൽ തകർത്തുകൊണ്ട്, ആ ചോര വീഴ്ത്തിക്കൊണ്ട് പാപത്തിന് പരിഹാരം വരുത്തി. യേശുക്രിസ്തുവിന്റെ ശരീരം അവിടെ നിറക്കി ഒരു കല്ലറയിൽ അടക്കം ചെയ്തു. നമുക്കറിയാം, 1 രാത്രി 2 രാത്രി 3-ാം നാൾ പ്രഭാതത്തിൽ നാം പ്രതീക്ഷിച്ചതുപോലെ, ലോകം ആഘോഷിക്കാൻ പോകുന്നത് പോലെ ഒരിക്കലായിട്ട് കർത്താവായ യേശുക്രിസ്തു പാപത്തെയും മരണത്തെയും പരാജയപ്പെടുത്തിക്കൊണ്ട്, നമുക്കറിയാം, ആ 3-ാം ദിവസം പ്രഭാതത്തിൽ സൂര്യൻ ഭൂമിയിൽ മുത്തമിടുന്ന ബ്രഹ്മ മുഹൂർത്തത്തിൽ തന്നെ കല്ലറയുടെ കവാടബന്ധിത ശിലാഖണ്ഡ പ്രതിബന്ധത്തെ തകർത്തുകൊണ്ട് കർത്താവായ യേശുക്രിസ്തു ഉയർത്തെഴുന്നേൽക്കുകയുണ്ടായി. കർത്താവായ യേശുക്രിസ്തു മരണത്തെ തോൽപ്പിച്ചുകൊണ്ട്, ഇരുളിനെ പരാജയപ്പെടുത്തിക്കൊണ്ട്, പ്രിയപ്പെട്ടവരെ, പാപത്തെ പരാജയപ്പെടുത്തിക്കൊണ്ട്, മരണത്തിന് എന്നേക്കുമായി അറുതി വരുത്തിക്കൊണ്ട് കർത്താവായ യേശുക്രിസ്തു കല്ലറയുടെ പുറത്ത്, എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റു. യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റതിനാൽ ഇരുളിലേക്ക് പോയ മനുഷ്യന് വെളിച്ചത്തിലേക്ക് വരുവാൻ വഴി തുറന്നു. അതാണ് യേശുക്രിസ്തു പറഞ്ഞ, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. യേശുക്രിസ്തു അല്ലാതെ ഇവിടെ ഒരു പുണ്യാളന്മാരും ഇവിടെ ഒരു പരിശുദ്ധന്മാരും വഴി തുറന്നിട്ടില്ല. ഇവിടെ ഒരു മതങ്ങളും വഴി തുറന്നിട്ടില്ല. പ്രിയപ്പെട്ടവരെ, ലോകം വെട്ടിയ വഴികളിലെല്ലാം ഇടറി വീണ മനുഷ്യന് യഥാർത്ഥ വഴി തുറന്നവനാണ് വാഴ്ത്തപ്പെട്ടവനായ കർത്താവായ യേശുക്രിസ്തു. അവൻ വേഗമെന്ന തിരശ്ശീലയിലൂടെ പ്രതീക്ഷിച്ച ജീവനുള്ള പുതുവഴിയിലൂടെ ഏത് മനുഷ്യനും നൽകുവാൻ ദൈവം ഒരു വഴി തുറന്നു. ആ വഴിയാണ് കർത്താവായ യേശുക്രിസ്തുവിന്റെ വഴി. അതുകൊണ്ടാണ് യോഹന്നാൻ സുവിശേഷം 3:14 പറഞ്ഞത്, മനുഷ്യപുത്രനെ ഉയർത്തേണ്ടതാകുന്നു. പിച്ചള സർപ്പത്തെ ഉയർത്തിയതുപോലെ ഉയർത്തേണ്ടതാണ്. യേശുക്രിസ്തുവിനെ ദൈവം ഉയർത്തി. പാപമോചനത്തിന് വേണ്ടി ഇരുളിലേക്ക് പോയ പാപിയായ മനുഷ്യന് വെളിച്ചം കൊടുക്കുവാൻ ദൈവം ഉയർത്തിയ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നതിന് മുമ്പ്, പ്രിയപ്പെട്ടവരെ, ഉയർത്തെഴുന്നേൽപ്പിച്ച യേശുക്രിസ്തുവിനെ കുറിച്ച്, ഈ ഉയർത്തപ്പെട്ട യേശുക്രിസ്തുവിനെ കുറിച്ച് ബൈബിൾ ഇങ്ങനെ പറയുന്നു. അപ്പോസ്തല പ്രവൃത്തി 17:30-31 വാക്യം. എന്നാൽ ഇപ്പോൾ എല്ലായിടത്തും എല്ലാവരും അറിവില്ലായ്മയുടെ കാലങ്ങളെ ലക്ഷ്യമാക്കാതെ എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടുവാൻ ദൈവ മനുഷ്യരോട് കൽപ്പിക്കുന്നു. അടുത്ത വാക്കാണ്, താൻ നിയമിച്ച പുരുഷൻ മുഖാന്തരം ലോകത്തെ നീതിയിൽ ന്യായം വിധിപ്പാൻ ഒരു ദിവസത്തെ നിശ്ചയിച്ചിരിക്കുന്നു. ലോകത്തെ നീതിയിൽ ന്യായം വിധിപ്പാൻ ഒരു ദിവസത്തെ നിശ്ചയിച്ചിരിക്കുന്നു. ഞാൻ എന്റെ പ്രസംഗത്തിന്റെ ആദ്യം ഞാൻ പറഞ്ഞു, ഒരു ന്യായവിധി വരുന്നുണ്ടെന്ന്. ആ ന്യായവിധി വരുന്നുണ്ട് എന്നുള്ളതിന്റെ ഒന്നാമത്തെ ഉറപ്പാണ് യേശുക്രിസ്തുവിന്റെ ജനനം. രണ്ടാമത്തെ ഉറപ്പാണ് യേശുക്രിസ്തുവിന്റെ പുനരുദ്ധാനം. മൂന്നാമത്തെ തെളിവ് എന്താണെന്നറിയോ?
മൂന്നാമത്തെ തെളിവാണ് ഇവിടെ ഇരിക്കുന്ന ദൈവമക്കൾ ഞാനടക്കം എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന്റെ മാനസാന്തരം വിശദീകരിക്കുന്നില്ല. അതുകൊണ്ട് ഇവിടെ പറഞ്ഞു എല്ലാവർക്കും ഉറപ്പ് നൽകി ഒരു തുറന്ന കല്ലറ. ലോകം കണ്ട അതികായകന്മാരായ നേതാക്കന്മാരുടെയും സാമ്രാജ്യ സാക്ഷികളുടെയും എല്ലാം കല്ലറകൾ അങ്ങിങ്ങായി അടഞ്ഞു കിടക്കുകയാണ്. ഓരോരുത്തരുടെ പേരുകൾ എന്റെ മനസ്സിലേക്ക് വരികയാണ്. ലോകം വാനോളം വാഴ്ത്തിയ നമുക്കറിയാം അലക്സാണ്ടർ ചക്രവർത്തിയുടെ ശവകുടീരം അങ്ങ് ഈജിപ്തിലെ കമ്മ്യൂണിയൽ മൗസോളയത്തിൽ അടഞ്ഞു കിടപ്പുണ്ട്. അവനിവിടെയില്ല. ലോകത്തെ പിടിച്ചു കുടിക്കുക, മാനവരാശിയെ മരണത്തിലേക്ക് നയിച്ച അധികാരം കയ്യിലെടുത്ത അലക്സാണ്ടറിന്റെ കല്ലറ അവിടെ അടഞ്ഞു കിടപ്പുണ്ട്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ നിങ്ങൾ പരിശോധിച്ചാൽ ഫ്രാൻസിലെ ലീസ് ഇൻവാലിറ്റീസ് എന്ന സെമിത്തേരിയിൽ കിടപ്പുണ്ട് നെപ്പോളിയന്റെ ശവക്കല്ലറ അവിടെ കിടക്കുന്നത്. നെപ്പോളിയൻ അവരിവിടെ അന്തി ഉറങ്ങുന്നു എന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങൾ പാരീസിലെ പാന്തിയോൺ എന്ന് പറയുന്ന സെമിത്തേരിയിലേക്ക് ചെന്നാൽ ഇംഗ്ലീഷ് സാഹിത്യത്തിന്റെ മുടിചൂടാ മന്നൻ എന്നറിയപ്പെടുന്ന ഷേക്സ്പിയർ വോൾട്ടയറിന്റെ എഴുതി വെച്ചിട്ടുണ്ട് അവിടെ ഇവിടെ അന്തി ഉറങ്ങുന്നു എന്ന്. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ ലോകത്തിൽ ഇന്ത്യയിലേക്ക് വന്നാൽ ഇന്ത്യ കണ്ട മഹാരഥന്മാരുടെ ശവകുടീരം ഡൽഹി രാജ്യക്കെട്ട് മുതൽ ശിവഗിരി മുതൽ നീണ്ടു മലർന്നു കിടക്കുമ്പോൾ, എല്ലാം അടഞ്ഞു കിടക്കുമ്പോൾ തുറന്നു കിടക്കുന്ന ഒരേ ഒരു കല്ലറ, അത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ കല്ലറ. അതുകൊണ്ടാണ് ബൈബിൾ ഇങ്ങനെ പറയുന്നത് എല്ലാവർക്കും ഉറപ്പ് നൽകിയിരിക്കുന്നു ഒരു ന്യായവിധി ഉണ്ടെന്നുള്ളത്. അതുകൊണ്ട് ഈ ന്യായവിധിയിൽ അകപ്പെടാതിരിക്കാനായിട്ട് ദൈവം മനുഷ്യനോട് പറഞ്ഞ് ചൂള പോലെ കത്തുന്ന ഒരു ദിവസം വരാൻ പോകും. ഭയാനകമായ ഒരു ന്യായവിധി. ആ ന്യായവിധി ഉണ്ട് എന്നുള്ളത് ബൈബിൾ ഉൽപ്പത്തി മുതൽ നാം പരിശോധിച്ചാൽ ഒരു ന്യായവിധി വരാൻ പോകുന്നുണ്ട് എന്ന് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. എന്നാൽ സങ്കീർത്തനം 98:9 വായിച്ചാൽ അവിടെ ഇങ്ങനെയാണ് വായിക്കുന്നത്, ഇതാവൻ ലോകത്തെ വിധിപ്പാൻ വേഗം വരുന്നു. 96 അതേ വാക്യം പറഞ്ഞിട്ടുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 9:4 കർത്താവ് എടുത്തു പറഞ്ഞു, ആർക്കും പ്രവർത്തിച്ചു കൂടാത്ത ഒരു രാത്രി വരാൻ പോവുകയാണ്. മനുഷ്യനെ സംബന്ധിച്ച് ഒരു ഇരുട്ട് വരാൻ പോവുകയാണ്. ഒരു ഭയാനകമായ ന്യായവിധി വരാൻ പോവുകയാണ്. ആ ഭയാനകമായ ന്യായവിധി വരുന്നതിന് മുമ്പ് വെളിച്ചത്തിലേക്ക് വരുവാനാണ് സ്വർഗത്തിലെ ദൈവം മനുഷ്യനോട് ആഹ്വാനം ചെയ്യുന്നത്. ആ ഭയാനകമായ ന്യായവിധി വന്നാൽ അതിന് മലാക്കി പ്രവചനം 4:1 നാം വായിക്കുന്നത്, ചൂള പോലെ കത്തുന്ന ഒരു ദിവസം. ഇവിടുത്തെ ലോകരാജ്യങ്ങളുടെ വെപ്പൻസുകളും ലോക സാമ്രാജ്യ സാക്ഷികളും മഹാന്മാരും അതുപോലെ പ്രധാനമന്ത്രിമാരും പ്രസിഡന്റുമാരും അവരുടെ ശക്തികളൊന്നും അനങ്ങാൻ കഴിയാതെ നിശ്ചലമായി പോകുന്ന ന്യായവിധി, അതാണ് ഭയാനകമായ ന്യായവിധി. ആ ന്യായവിധിയെ കുറിച്ചാണ് വെളിപ്പാട് പുസ്തകം 15-ാം അധ്യായത്തിൽ നമുക്കറിയാം. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിന്റെ 11 മുതൽ 15 വരെയുള്ള വേദഭാഗങ്ങൾ വായിക്കുന്നു. ഞാൻ വലിയൊരു വെള്ളസിംഹാസനം കണ്ടു. ആ വെള്ളസിംഹാസനത്തിൽ ഒരുത്തൻ ഇരിക്കുന്നതും കണ്ടു. അവന്റെ മുമ്പിൽ ആകാശവും ഭൂമിയും ഒഴിഞ്ഞുപോയി. ആ ബാലവൃദ്ധം ജനം അവന്റെ മുമ്പിൽ നിൽക്കുന്നത് കണ്ടു. എന്ന് പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ പറയട്ടെ പ്രിയപ്പെട്ടവരെ, കർത്താവ് ഇന്ന് രാത്രി വന്നാൽ, വരാൻ വൈകിയാൽ, ഈ ഹൈലാൻഡിലുള്ള നിങ്ങൾ, ഈ സുവിശേഷം കേൾക്കുന്ന നിങ്ങൾ മരിച്ചു പോയാൽ, അല്ല കർത്താവ് ഇന്ന് ഇവിടെ നിന്ന് സഭ മാറ്റപ്പെട്ടാൽ, ഈ അന്ത്യന്യായവിധിയിലേക്ക് നിങ്ങൾ മാറ്റപ്പെടും. അവിടെ തീർച്ചയായിട്ടും ലോകത്തിലെ ആ ബാലവൃദ്ധം സർവ്വ മനുഷ്യരും, ഏതൊരു കാലഘട്ടത്തിൽ ജീവിച്ച മനുഷ്യരും ആ ന്യായവിധിക്ക് മുമ്പാകെ നിൽക്കും. അവിടെ നിൽക്കുമ്പോൾ ദൈവം അവനവന്റെ പ്രവർത്തിക്കെടുത്ത വിധി ഉണ്ടായി. നമുക്കറിയാം, കഴിഞ്ഞ നാളുകളിൽ എപ്സ്റ്റീൻ ഫയൽ എന്ന് പറയുന്ന ഒരു ഫയൽ തുറന്നു. ഈ ഫയൽ തുറന്നപ്പോൾ രാജാക്കന്മാരും നേതാക്കന്മാരും രാജകുമാരന്മാരും എല്ലാം ഞെട്ടിവിളക്കിയുണ്ടായി. അവരുടെ എല്ലാം പ്രവൃത്തികൾ രേഖപ്പെടുത്തിയിരിക്കുന്ന ഫയൽ തുറക്കാൻ പോവുകയാണെന്ന് പറഞ്ഞപ്പോൾ തന്നെ പ്രശ്നങ്ങൾ ലോകത്തിലുണ്ടായി. നിങ്ങൾ എല്ലാവരും വായിച്ചതാണ്. അങ്ങനെയാണെങ്കിൽ ദൈവത്തിന്റെ അന്ത്യന്യായവിധിയുടെ മുമ്പിൽ ഹൈലാൻഡിൽ ജീവിക്കുന്ന പ്രിയ സ്നേഹിതരെ, നിങ്ങളുടെ ജാതിയും മതവും നോക്കാതെ ഇവിടെ കടന്നു വന്നിരിക്കുന്ന സഹോദരി സഹോദരന്മാരെ, രക്ഷിക്കപ്പെടാത്തവരുണ്ടെങ്കിൽ, പാപമോചനം പ്രാപിക്കാത്തവരുണ്ടെങ്കിൽ, നമ്മുടെ ഫയലുകൾ തുറക്കുന്ന ഒരു ദിവസം അന്ത്യന്യായവിധി. ആ ന്യായവിധിയെ കുറിച്ചാണ് കർത്താവ് ഇവിടെ പറഞ്ഞത്. ന്യായവിധി എന്നതോ വെളിച്ചം ലോകത്തിൽ വന്നിട്ടും, ഏതാണ് ഈ വെളിച്ചം? കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിൽ വന്നിട്ട് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റിട്ട് ഇന്ന് ബിനോയ് സാറിന്റെ വീടിന്റെ മുറ്റത്ത് ഇതുപോലെ സുവിശേഷം പ്രസംഗിച്ചിട്ടും നിങ്ങൾ വെളിച്ചത്തെ സ്നേഹിക്കാതെ, നിങ്ങൾ വീണ്ടും ഇരുളിൽ ജീവിക്കുകയാണെങ്കിൽ, നിങ്ങൾ പാപികളായിട്ട് ജീവിക്കുകയാണെങ്കിൽ, പ്രിയപ്പെട്ടവരെ, നിങ്ങൾ പാപികളായി മരിച്ചാൽ, ഇവിടെ പറയാൻ നിങ്ങൾ ഇരുളിനെ സ്നേഹിച്ചാൽ ന്യായവിധി കടന്നു വരികയായി. അതുകൊണ്ട് ഈ ന്യായവിധിയിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ തെസ്സലോനിക്കർക്ക് എഴുതിയ 2-ാം ലേഖനം 1:10 ഇങ്ങനെ വായിക്കുന്നു, സുവിശേഷം അനുസരിക്കാത്തവർ കർത്താവിന്റെ സന്നിധാനവും അവന്റെ വല്ലഭത്വത്തോടു കൂടിയ മഹത്വവും വിട്ടകന്ന് നിത്യനാശം എന്ന ശിക്ഷാവിധി അനുഭവിക്കും. അപ്പോൾ നിത്യമായ ശിക്ഷാവിധിയിലേക്ക് പോകാതിരിക്കണമെങ്കിൽ, പാപമോചനം പ്രാപിക്കണമെങ്കിൽ ഈ വെളിച്ചത്തിലേക്ക് കടന്നു വരിക, ഇരുളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് കടന്നു വരിക. നിങ്ങളെ പിടിച്ചടക്കിയിരിക്കുന്ന മതങ്ങളിൽ നിന്ന്, നിങ്ങളെ പിടിച്ചടക്കിയിരിക്കുന്ന പ്രസ്ഥാനങ്ങളിൽ നിന്ന്, നിങ്ങളെ പിടിച്ചടക്കിയിരിക്കുന്ന മദ്യത്തിൽ നിന്ന്, നിങ്ങളെ പിടിച്ചടക്കിയിരിക്കുന്ന ഇന്ദ്രിയ ജയമില്ലാത്ത ജീവിതത്തിൽ നിന്ന്, നിങ്ങളെ പിടിച്ചടക്കിയിരിക്കുന്ന പീഡനങ്ങളിൽ നിന്ന്, നിങ്ങളെ പിടിച്ചടക്കിയിരിക്കുന്ന മോഷണ വാസനകളിൽ നിന്ന്, നിങ്ങളെ പിടിച്ചടക്കിയിരിക്കുന്ന ആത്മഹത്യ വാസനകളിൽ
മേഖലകളിൽ നിന്ന് എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ, നിങ്ങൾ എങ്ങനെയുള്ള മനുഷ്യരെന്ന് ബൈബിൾ ചോദിക്കുന്നില്ല. നിങ്ങളെ പിടിച്ചടക്കിയിരിക്കുന്ന ഏത് ഹീനപ്രവൃത്തിയായാലും വെളിച്ചത്തിലേക്ക് വരിക. യേശുക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി മരിച്ചിരിക്കുന്നു, നിങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചിരിക്കുന്നു. യേശുക്രിസ്തു അടക്കപ്പെട്ടിരിക്കുന്നു, യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ഈ വെളിച്ചം ഇന്നിവിടെ പ്രകാശിക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ടാണ് ബൈബിൾ ഇങ്ങനെ പറയുന്നത്, ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നാം രക്ഷിക്കപ്പെടുവാൻ നൽകപ്പെട്ട മറ്റൊരു നാമമില്ല. അന്ധകാരത്തിൽ നിന്ന് മനുഷ്യനെ ഈ വെളിച്ചത്തിലേക്ക് നയിക്കുന്ന വേറൊരു നാമമില്ല. അതുകൊണ്ട് എന്റെ വാക്കുകളിലൂടെ വിരാമം കുറിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, കർത്താവായ യേശുക്രിസ്തു ഇരുളിലായിരിക്കുന്ന നിങ്ങളെ സ്നേഹിച്ച് കാൽവരിയുടെ ക്രൂശിൽ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റു. നിങ്ങൾ പാപമോചനം പ്രാപിച്ചില്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമുക്ക് വിധി എഴുതുവാൻ കഴിയില്ല. നാളെ ഈ റോട്ടിലൂടെ ചീറിപ്പാഞ്ഞു വരുന്ന ആംബുലൻസ്, ആ ആംബുലൻസിൽ ഇരിക്കുന്ന ഫ്രീസറിന്റെ ഉള്ളിൽ മരവിച്ചിരിക്കുന്ന ഡെഡ് ബോഡി എന്റെയാണോ നിങ്ങളുടെയാണോ എന്ന് പ്രവചിക്കുവാൻ നമ്മൾക്ക് കഴിയില്ല. ഒന്നുകിൽ മരണം നമ്മെ പിടികൂടും, അല്ലെങ്കിൽ ഞങ്ങൾ കേൾപ്പിക്കുന്ന വാഴ്ത്തപ്പെട്ടവനായ കർത്താവായ യേശുക്രിസ്തു രണ്ടാമത് മടങ്ങി വരും. ഒന്നുകിൽ യേശുക്രിസ്തുവിന്റെ മടങ്ങി വരവ്, അല്ലെങ്കിൽ മരണം. ഈ രണ്ട് യാഥാർത്ഥ്യങ്ങളിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ അഭിമുഖീകരിച്ചേ മതിയാക്കൂ. അതുകൊണ്ട് മരണം പിടികൂടുന്നതിന് മുമ്പ് പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തുവിന്റെ വരവിന് മുമ്പ് ഈ കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വാസത്താൽ വിശ്വസിച്ച് പാപമോചനം പ്രാപിച്ച് ദൈവമക്കളായി ജീവിപ്പാൻ സ്വർഗത്തിലെ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഒരു നിമിഷം പന്തലിരിക്കുന്നവർ കണ്ണുകളെ അടയ്ക്കുമ്പോൾ, നാം അടച്ച ഒരു നിമിഷം നാം ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ, ഈ ഹൈലാൻഡ് എന്ന് പറയുന്ന ഈ സ്ട്രീറ്റിൽ ഞങ്ങളുടെ വാക്കുകളെ കേട്ട, വീടുകളിൽ ഇരുന്ന് കേട്ട, വഴിത്തലക്കിൽ നിന്ന് കേട്ട, ഈ പന്തലിനകത്ത് വന്നിരുന്ന് കേട്ട ആരുടെയെങ്കിലും ഹൃദയത്തിൽ ഈ സുവിശേഷം കേട്ടതിന്റെ വെളിച്ചത്തിൽ ഞാനൊരു പാപിയാണല്ലോ, എനിക്ക് രക്ഷ വേണമെന്ന് ആരുടെയെങ്കിലും ഹൃദയത്തിൽ തോന്നുന്നുണ്ടെങ്കിൽ, നിർബന്ധമില്ല പ്രിയപ്പെട്ടവർ, നിങ്ങളുടെ ഹൃദയത്തിൽ തോന്നുന്നുണ്ടെങ്കിൽ എന്നോട് ചേർന്ന് ഈ വാക്കൊന്ന് പറയാൻ കഴിയും. ഇങ്ങനെ പറയുമോ നിങ്ങൾ? കർത്താവേ, ഞാനൊരു പാപിയാണ്, ഞാനത് സമ്മതിക്കുന്നു. എൻ്റെ പാപങ്ങൾക്ക് വേണ്ടി അങ്ങ് മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. ഞാനത് പൂർണ്ണമായി വിശ്വസിക്കുന്നു. എന്നെ രക്ഷിക്കണമേ. ഈ പന്തലിനകത്ത് ആരെങ്കിലും അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ധൈര്യമായിട്ട് എഴുന്നേറ്റ് നിൽക്കാം. ഇന്നങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ, അങ്ങനെ നിങ്ങൾ വെളിച്ചത്തിലേക്ക് വരാൻ മടിക്കുന്നുവെങ്കിൽ നിങ്ങൾ വീണ്ടും ഇരുളിനെ സ്നേഹിക്കുന്നു. വീടുകളിലിരുന്ന് വഴിയോരങ്ങളിൽ നിന്ന് ഞങ്ങളെ കേട്ടവരാരെങ്കിലും ഈ തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വെളിച്ചത്തിലേക്ക് വരിക. സഹോദരന്മാരുടെയുണ്ട്. സ്വർഗ്ഗത്തിലെ ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. ഈ സമയം വരെ എന്നെ ശ്രദ്ധിച്ച എല്ലാവരും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള നന്ദി അറിയിക്കുന്നു. പ്രത്യേക എനിക്ക് അവസരം നൽകിയ YMFന്റെ പ്രവർത്തകർ, സഭ, കുടുംബം, എല്ലാ പ്രിയപ്പെട്ടവരും ഒരിക്കൽ കൂടെ നന്ദി അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ വിരമിക്കുന്നു. ദൈവത്തിന് മഹത്വം. യേശുക്രിസ്തു വേഗം വരും. പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും വരുവാനിരിക്കുന്ന ഒരു ന്യായവിധിയെക്കുറിച്ചും പ്രിയ സഹോദരരുടെ വ്യക്തമായിട്ട് കേൾക്കുവാൻ തക്കോണം ഇടയായി. ആരെങ്കിലും ഈ സത്യവെളിച്ചത്തെ സ്വീകരിക്കുവാൻ തക്കോണം ഇടയായിട്ടില്ല എങ്കിൽ ഇന്ന് തന്നെ സ്വീകരിക്കുവാൻ തക്കോണം നിങ്ങൾ ആഹ്വാനം ചെയ്യുന്നു. ബൈബിളും അത് തന്നെയാണ് പറയുന്നത്. മറ്റൊരുത്തിനും രക്ഷയില്ല. രക്ഷിക്കപ്പെടുവാൻ തക്കോണം ആകാശത്തിന്റെ കീഴിൽ ഭൂമിക്ക് മീതെ മറ്റൊരു നാമവും ഇല്ലാത്തത് കൊണ്ടാണ് ഞങ്ങൾ ഈ നാമത്തെ ഇന്ന് ഇവിടെ ഈ വീട്ടുമുറ്റത്ത് ഉയർത്തുവാൻ തക്കോണം ഇടയായത്. നിങ്ങളുടെ ഈ സന്ദേശം അറിയിക്കുന്ന കടമ ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ടാണ് ഈ സന്ദേശം ഈ രാത്രിയിലും വൈകിയ സമയത്തും ഈ ദേശത്തോട് അറിയിക്കുവാൻ തക്കോണം ഇടയായത്. നിങ്ങൾ ഈ സന്ദേശം സ്വീകരിക്കുവാൻ ആഹ്വാനം ചെയ്തുകൊണ്ട് ഞങ്ങൾ ഇപ്പോൾ നിർത്തുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മുടെ ചില വാക്കുകൾ പറയുവാനായിട്ട് ഡോക്ടർ വിനോദ് സഹോദരനെ ക്ഷണിച്ചുകൊണ്ടു. നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. സർവമഹത്വം ഇന്ന് വരുന്നതിനെ കർത്താവിനെ അർപ്പിക്കുന്നു. ഈ നിലയിൽ ഒരു യോഗം ക്രമീകരിപ്പാൻ തൃശ്ശൂർ യൂണിറ്റിന്റെ ചുമതലയിലും അതുപോലെ തന്നെ സഭയുടെ സഹകരണത്തിലും ദൈവം സഹായിച്ചവർക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. നമുക്കറിയാം നമ്മുടെ സമീപ പ്രദേശങ്ങളൊക്കെ നല്ല മഴ പെയ്തപ്പോൾ ദൈവം നമ്മെ
സൂക്ഷിച്ചു അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ ഐശ്വര്യമായിട്ട് വചനം പ്രസംഗിക്കാൻ ദുരിദാസനെ ദൈവം ഉപയോഗിച്ചവർക്ക് ദൈവത്തെ സ്തുതിക്കുന്നു. ദുരിദാസനോടുള്ള നമ്മുടെ കുടുംബത്തിന് ഞങ്ങൾ സഭയുടെ നന്ദി അറിയിക്കുന്നു. കൂടാതെ പാട്ടുപാടിയും പ്രാർത്ഥിച്ചും മറ്റ് ശുശ്രൂഷ സഹകരിച്ച എല്ലാ സഹോദരിമാരോടും ഞങ്ങളുടെ നന്ദി അറിയിക്കുന്നു. ഞങ്ങളുടെ അയൽക്കാരായിട്ടും ഞങ്ങളുടെ സഹോദരിമാരായിട്ട് കടന്നു വന്ന എല്ലാവരോടും ഭവനങ്ങളിൽ ഇരുന്ന് ദൈവജനം കേട്ട എല്ലാവരോടും ഞങ്ങളുടെ നന്ദി അറിയിക്കുന്നു. ഇങ്ങനെ ഒരു അവസരം ദൈവത്തെ ഉയർത്തുവാൻ സർവകൃപാലുവായ ദൈവം സഹായിച്ചവർക്ക് സർവമഹത്വം അർപ്പിക്കുന്നു. എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. വൈകിട്ട് നോർത്ത് ഡിവിഷനും തൃശൂർ യൂണിറ്റിൻ്റെയും പേരുള്ള നന്ദിയും ഈ ഭവനത്തോടും മുണ്ടൂർ സഭയോടും കടന്നു വന്ന ദൈവജനത്തോടും ഈ ശബ്ദപരിധിയിൽ ഞങ്ങളെ ശ്രദ്ധിച്ച എല്ലാവരോടും ഞങ്ങൾ അറിയിക്കുന്നു. ഇപ്പോൾ പ്രാർത്ഥിച്ച് ആസ്വാദം പറയുവാനായിട്ട് PC അബ്രഹാം സഹോദരനെ ക്ഷണിച്ചുകൊള്ളു. പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവെ, ഞങ്ങൾക്ക് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് ഇവിടെ നിന്നും മുഴങ്ങിക്കെട്ട ദൈവത്തിന്റെ വചനത്തിനായിട്ട് സ്തോത്രം. കർത്താവെ, അത് വിളമിക്കേൽപ്പിക്കുന്ന ഇവിടെ നീ അയച്ച ദൈവദാസനായിട്ടും ബിജുവിനായിട്ടും ഞങ്ങൾ നന്ദി പറയുന്നു. കഴിഞ്ഞ നാളുകൾ കർത്താവെ കടന്നുപോയ ശാരീരികമായ ബുദ്ധിമുട്ടിൽ നിന്നൊക്കെ നീ മാറ്റിയിട്ട് നല്ല സുമുഖ ദിനത്തോടുകൂടെ കർത്താവിന് വേണ്ടി ദൈവശബ്ദം കേൾപ്പിക്കാൻ തക്കവണ്ണം പ്രിയപ്പെട്ടവനെ ഇന്ന് രാത്രിയും സഹായിച്ചതുകൊണ്ട് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവെ, ദൈവത്തിന്റെ വചനം മാറ്റമില്ലാത്തതാണ്. നൂറ്റാണ്ടുകളായിട്ട് സഹസ്രാബ്ദങ്ങളായിട്ട് അത് മുഴങ്ങിക്കൊണ്ടേയിരിക്കുന്നു. ഇന്നും അത് മുഴങ്ങിപ്പാൻ തക്കവണ്ണം കൃപ ചെയ്തല്ലോ. കർത്താവെ, ഭവനങ്ങളിൽ നിങ്ങൾ ഈ വചനം കേട്ടവരുണ്ട്. കർത്താവെ, റോഡ് അരികിൽ നിന്ന് വചനം കേട്ടവരുണ്ട്. ഈ മുറ്റത്തകത്ത് വന്ന് കേട്ടവരുണ്ട്. ഈ മുറ്റം, ഈ ഭവനം ഇന്ന് അനുഗ്രഹിക്കപ്പെട്ടിരിക്കാൻ ഞങ്ങൾ അങ്ങനെ വാഴ്ത്തുന്നു. ഞങ്ങൾ മടങ്ങിപ്പോകട്ടെ. കർത്താവെ, ക്രിസ്തുവിനോടുകൂടെ മടങ്ങിപ്പോകുവാൻ ഞങ്ങളെ എല്ലാവരും സഹായിക്കണം. ഞങ്ങൾ ഹൃദയത്തിൽ നീ രാജാവായിട്ട് വാഴുവാൻ തക്കവണ്ണം വിശ്വാസികളുടെ ഹൃദയങ്ങളിൽ നീ പ്രവർത്തിച്ചത് കൊണ്ട് സ്തോത്രം. ആ വിശ്വാസ വൃന്ദത്തോട് ചേരുവാൻ തക്കവണ്ണം ആഗ്രഹിച്ച ഏതെങ്കിലും വ്യക്തികൾ ഇന്ന് ഈ ദൈവത്തിന്റെ വചനം കേൾക്കുന്നുണ്ടെങ്കിൽ അവരുടെ ഹൃദയത്തിന് നീ ആവശ്യമുള്ള പ്രേരണ കൊടുത്ത് നിങ്ങളിലേക്ക് അടുത്തു വരുവാൻ സഹായിക്കണമെന്ന് ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ കേൾപ്പിച്ച് അനുഗ്രഹിക്കപ്പെട്ട പാട്ടുകൾക്കായിട്ട് സ്തോത്രം. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അതിനുവേണ്ടി നീ ശക്തീകരിച്ചല്ലോ, ബലപ്പെടുത്തിയല്ലോ, കൃപ കൊടുത്തല്ലോ. അതുകൊണ്ട് കർത്താവെ, നന്ദിയോടുകൂടി ഞങ്ങൾ അങ്ങനെ വാഴ്ത്തുന്നു. ഇന്നിവിടെ കടന്നു വന്ന സമയം മുതൽ ഇന്ന് വരെ, ഈ സമയം വരെയും ദൈവ സാന്നിധ്യ ബോധത്തിൽ ഞങ്ങളെ ഇരിച്ചത് കൊണ്ട് നന്ദിയോടുകൂടി ഞങ്ങൾ അങ്ങനെ വാഴ്ത്തുന്നു. ഈ പ്രദേശം സുവിശേഷം കേൾപ്പാൻ തക്കവണ്ണം ഒരു അവസരം ഇവിടെ ഉണ്ടായതുകൊണ്ട് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഇപ്പോൾ ഞങ്ങൾ മടങ്ങി പോകട്ടെ. നിന്റെ കൃപയെ ഞങ്ങളെ കാക്കണമേ. തിരുസാന്നിധ്യ ബോധത്തിൽ ജീവിപ്പാൻ സഹായിക്കണമേ. കർത്താവായ യേശു കർത്താവിന്റെ അതിമഹത്വമുള്ള നാമത്തിൽ അപേക്ഷിക്കാൻ കരുണയുണ്ടായി പിതാവേ, കേൾക്കുമാറാകണമേ. ഹല്ലേലൂയ പാടി സ്തുതിപ്പിൻ യേശുവേ, യേശു നാമത്തിനു ജയ. അല്ലലെല്ലാം അവനാകെ കളയുവേ. യേശു രാജാവിനോശന്ന നല്ലവന. യേശു രാജൻ വരും സർവ വല്ലഭ. യേശുവേ വേഗം വരണമേ. സ്തുതിപ്പിൻ സ്തുതിപ്പിൻ യേശുദേവനെ. ഹല്ലേലൂയ പാടി സ്തുതിപ്പിൻ സ്തുതിപ്പിൻ യേശുദേവനെ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും കാവലും നടത്തിപ്പും നാം എല്ലാവരോടുകൂടെയും വചനം കേട്ട് അറിയപ്പെട്ടവരോടുകൂടെയും ഭവനത്തോടുകൂടെയും പല വിശ്വാസികളുടെ ഭവനങ്ങളോടുകൂടെയും ഇന്നു മുതൽ എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ.